ഹല്ലേലൂയ. ഇനിയും നമുക്കറിയാം നമ്മുടെ കാലഘട്ടത്തിൽ ഓരോ പ്രവാചകന്മാരെ ദൈവമായിരിക്കും അല്ലേ. നമ്മുടെ തൈക്കപ്പുറം മുതൽ ഓരോ വൈദികരായിരിക്കും. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഈ ഒരു 2025 നമ്മൾ ജൂബിലി, മിശിഹായുടെ ജനനത്തിന്റെ ജൂബിലി ആഘോഷിക്കുമ്പോൾ ഈ കാലഘട്ടത്തിന് ദൈവം അയച്ച വലിയൊരു പ്രവാചകനാണ് നമ്മുടെ ഇടയിൽ ഇരിക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട ബോസ്കോ നാളിയത്തച്ഛൻ. ഇനിയുള്ള കുറച്ച് വർഷങ്ങൾ സഭയെ, സമുദായത്തെ, സമൂഹത്തെ, നമ്മളെ ഓരോരുത്തരെയും വ്യക്തമായ ലക്ഷ്യത്തിലേക്ക് നയിക്കുവാൻ ദൈവം അയച്ച ബഹുമാനപ്പെട്ട ബോസ്കോ അച്ഛനെ നമുക്ക് കരങ്ങളടിച്ച് സ്വാഗതം ചെയ്യാം. ഈ അച്ഛൻ്റെ ടോക്കാണ്, നമ്മൾ വേദി ഒഴിയുകയാണ്. ബാക്കിയുള്ളവർ അച്ഛൻ്റെ കൈകളിലേക്ക് മൈക്ക് കൊടുക്കുകയാണ്. ഇനി അച്ഛൻ ഒരു 2 മണിക്കൂർ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യാഖ്യാനങ്ങളിലൂടെ കടത്തിക്കൊണ്ടുപോകും. രജിസ്റ്റർ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഒത്തിരി പേര് പോകാതെ അവിടെ രജിസ്റ്റർ ചെയ്യണം. അവിടെ നിന്ന് സ്ലിപ്പ് കിട്ടിയിട്ടുണ്ട്, അത് നിങ്ങളുടെ ഫുഡിനുള്ളതാണ്. രജിസ്റ്റർ ചെയ്തിട്ട് ഫുഡ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ സ്ലിപ്പ് വാങ്ങിക്കാതിരിക്കാം. പക്ഷെ രജിസ്റ്റർ എല്ലാവരും ചെയ്യണം എന്ന് സംഘാടകർ കൃത്യമായിട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നിമിഷം കണ്ണുകളടച്ച് കർത്താവിൻ്റെ വലിയ സാന്നിധ്യത്താൽ നിറയപ്പെട്ടിരിക്കുന്ന ഈ ആലയത്തിലേക്ക് നമ്മെ തന്നെ പരിപൂർണമായിട്ട് സമർപ്പിക്കണം. നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ മക്കളെയും നമ്മുടെ ജീവിതങ്ങളെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ സമയത്തെ നമുക്ക് കർത്താവിൻ്റെ ഇടപെടലിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ ആരുടെയും കഴിവ് കൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ നമ്മുടെ തീരുമാനം കൊണ്ടോ ആഗ്രഹം കൊണ്ടോ കർത്താവിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയില്ല. നമുക്കറിയാം. പരിശുദ്ധമ്മ ദൈവദൂതനോട് ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും? അതിന് മാലാഖ പറഞ്ഞ ഒരു ഉത്തരവുള്ളൂ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, അപ്പോൾ ദൈവത്തിൻ്റെ വചനം നിന്നിൽ സംഭവിക്കും. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ വലിയ ശക്തി പ്രകടമാകാൻ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ അമ്മ ചെയ്ത പോലെ നമുക്ക് ചെയ്യണം. എന്താ അമ്മ ചെയ്ത്? ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. ഈ സമയത്ത് നമ്മൾ തന്നെ പരിപൂർണമായിട്ട് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ ആകുലതകൾ, നമ്മുടെ വേദനകൾ, ദുഃഖഭാരങ്ങൾ, നമ്മുടെ കണക്കുകൂട്ടലുകൾ, എല്ലാ ഇഷ്ടങ്ങൾ, വേദന, ദുഃഖഭാരങ്ങൾ, രോഗപീഠകൾ, പ്രതിസന്ധികൾ എന്തുമാകട്ടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് പരിപൂർണമായി സമർപ്പിക്കാം. ഒരു 4 കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ, നിന്റെ സാന്നിധ്യം എന്നോട് കൂടിയിരിക്കണം, നിന്റെ ബലമുള്ള ഭുജം എനിക്ക് തുണയാകണം, നിന്റെ വചനം എൻ്റെ പാദങ്ങൾക്ക് ദീപമാകണം, പരിശുദ്ധാത്മാവ് എൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കണം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, സമൂഹത്തിലേക്ക്, നമ്മുടെ ഈ ശുശ്രൂഷയിലേക്ക് കർത്താവിൻ്റെ സാന്നിധ്യം നിറയപ്പെടാൻ വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിക്കുക. നമ്മൾ പാടി, കർത്താവിൻ്റെ കരബലം നമ്മൾ പ്രകടമാകണം. അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് കർത്താവിൻ്റെ കരബലം പ്രകടമാകണം. കർത്താവിൻ്റെ വചനം എന്താണോ പറയുന്നത് അത് ഗ്രഹിക്കാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ നിയന്ത്രണം ഏറ്റെടുക്കണം. അച്ഛനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, ഓരോരുത്തരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു നിയന്ത്രണം ഇവിടെ നിറയപ്പെടാൻ വേണ്ടി ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ സാന്നിധ്യം എന്നോട് കൂടിരിക്കണം, നിന്റെ ബലമുള്ള ഭുജമെനിക്കു തുണയാകണം, നിന്റെ വചനമെൻ പാദങ്ങൾക്കു ദീപമാകണം, നിന്റെ ശുദ്ധാത്മാവെന്റെ മേൽ അധികാരം ചെയ്യണം, നിന്റെ സാന്നിധ്യം എല്ലാവരും നിന്റെ ബലമുള്ള ഭുജം, ഭുജമെനിക്ക് തുണയാകണം, നിന്റെ വചനമെൻ പാദങ്ങൾക്കു പരിശുദ്ധാത്മാവേ അധികാരം ചെയ്യണം. കരങ്ങളെടുത്ത് നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. അങ്ങനെ സാന്നിധ്യത്തിന്റെ ശക്തി നിറയട്ടെ, വചന ശക്തി വ്യാപരിക്കട്ടെ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് കർത്താവിന്റെ കരബലം പ്രകടമാക്കണമേ. പരിശുദ്ധാത്മാവല്ലാത്ത മറ്റെല്ലാ ആരോപികളും ആധിപത്യങ്ങളും സാന്നിധ്യങ്ങളും ശക്തികളും കർത്താവേ ഈ സമൂഹത്തെ വിട്ടുമാറി പോകട്ടെ. പരിശുദ്ധാത്മാവ് നിയന്ത്രണം ഏറ്റെടുക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശുവേ നന്ദി കർത്താവേ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിനാൽ മുദ്രിതമാക്കപ്പെട്ട സംരക്ഷണവും നൽകി ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇരിക്കാമോ? പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് വലിയൊരു വാഗ്ദാനത്തോടെയാണ് നമ്മെ ഈ ബെത്സേദയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ കണ്ടു യെശയ്യാ പ്രവാചന പുസ്തകം 49-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വചനം പലവട്ടം നമ്മളിവിടെ കണ്ടു. ഈ വചനം ഒരു വാഗ്ദാനമാണ്. എന്താണ് വാഗ്ദാനം? എന്റെ രക്ഷ ലോകാതിർത്തികൾ വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിന്റെ പ്രകാശമായി നൽകും എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു പ്രകാശമാക്കി ദൈവം മാറ്റും. പ്രോമിസ്. അതേപോലെ രണ്ടാമത്തെ കാര്യം, ഇതൊരു ഉത്തരവാദിത്വമാണ്. അതാണ് ഉത്തരവാദിത്വം. ഈ പ്രകാശമായിട്ട് മാറുക എന്നുള്ളത് എന്റെയും നിന്റെയും ഉത്തരവാദിത്വമാണ്. ഹല്ലേലൂയ. നമുക്ക് നമ്മൾ വിചാരിച്ചാൽ നടക്കുന്നൊന്നുമില്ല. ഇത് അതിൽ ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ പ്രകാശം, ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭിക്കണം. നമ്മുടെ ഇഷ്ടം കൊണ്ട് നടത്തുന്നില്ല. അതുകൊണ്ട് ഇതൊരു ഉത്തരവാദിത്വമാണ്. ഈ നമുക്ക് 49-ാം അധ്യായം എന്ന് പറഞ്ഞാല് യെശയ്യാ പ്രവാചന പുസ്തകത്തില് കർത്താവിന്റെ ദാസനെ കുറിച്ച് 4 പ്രവചനങ്ങളുണ്ട്. അതില് രണ്ടാമത്തെ പ്രവചനമാണ് ഈ 49-ാം അധ്യായം. കർത്താവിന്റെ ദാസൻ എന്ന് പറഞ്ഞാല് കർത്താവിന് സമർപ്പിക്കപ്പെട്ട, കർത്താവിന് സ്വന്തമായിട്ട് മാറിയ, കർത്താവിനാൽ വിളിക്കപ്പെട്ട് കർത്താവിന്റെ ദാസനായിട്ട് മാറിയ ഒരുവനെ കുറിച്ചാണ് ഇത് പറയുന്നത്. ഇതെല്ലാവർക്കും ഉള്ള വചനമൊന്നുമില്ല. കർത്താവിന്റെ ദാസൻ എന്ന് പറഞ്ഞാൽ, എന്നാൽ ദാസൻ എന്ന് പറഞ്ഞാൽ ദാസന് അവനവന്റെ ഇഷ്ടമൊന്നുമില്ല, താല്പര്യമില്ല. അതാ പറഞ്ഞില്ലേ, ഇതാ കർത്താവിന്റെ ദാസൻ. അങ്ങനെ സമർപ്പിക്കപ്പെട്ട ഒരുവനോട് കർത്താവ് പറയുന്നത്, ഞാൻ നിന്നെ ലോകാതിർത്തികൾ വരെ എന്റെ രക്ഷയെത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിന്റെ പ്രകാശമാക്കും. ഹല്ലേലൂയ. അപ്പൊ അതൊരു ഭയങ്കര, ഇതിലും കുറെ ഉത്തരവാദിത്തങ്ങൾ ഈ 40-ാം അധ്യായത്തില് ഇതിനോട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിലൊക്കെ സാധിക്കണമെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ കർത്താവിന്റെ സ്വന്തമായിട്ട് മാറണം. വേറെ ഒരു ലക്ഷ്യം ഉണ്ടാകാൻ പാടില്ല. ഐ ഷുഡ് കംപ്ലീറ്റ്ലി ഒരു സ്ലേവായിട്ട് മാറുന്നത്, ദാസനായിട്ട് മാറുന്നത്. അതുപോലെ നമ്മളെ സമർപ്പിച്ചാലാണ് കർത്താവിൽ നമ്മെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കർത്താവിന് ദൈവത്തിന്റെ സാധ്യമാണോ? ദൈവത്തിന്റെ സാധ്യമാണോ എന്നാണ് പറയരുത്. സാധ്യമാണോ? അല്ല, അല്ലേ? വാശി പിടിക്കരുത്. അങ്ങനെ ഞാൻ പറഞ്ഞ വേറെ ഉത്തിലുണ്ട. അതിനാണ് നമുക്കറിയാം, ബോസ്കോച്ചനെ വിശുദ്ധനാക്കണമെന്ന്, പ്രകാശമാക്കണമെന്ന് ദൈവം വിചാരിച്ച് നടക്കുമോ? ബോസ്കോച്ചൻ വിചാരിക്കണം കുറച്ച് വെള്ളമൊക്കെ അടിച്ച് കറങ്ങാനൊക്കെ പോയി ലോകത്തിന്റെ പിന്നാലെ പോയി ജീവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രകാശവുമില്ല. ഞാൻ കർത്താവിന്റെ ഇഷ്ടം നിറവേറില്ല, ഞാൻ വിശുദ്ധനാകില്ല. അതുകൊണ്ട് അഗസ്തീനോസ് പുണ്യാളൻ പറഞ്ഞ, നിന്നെ കൂടാതെ, നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ രക്ഷിക്കാൻ പറ്റില്ല. പ്രകാശമാക്കണോ? ഞാൻ ആ പ്രകാശമാകാനുള്ള ആഗ്രഹത്തോടെ പ്രകാശമാകുന്ന കർത്താവിലേക്ക് വന്ന് അവന്റെ വചനമനുസരിച്ച് അവനെ സ്വന്തമാക്കി അവന്റെ കൃപയിൽ അവന്റെ ശക്തിയിൽ ഞാൻ നിറയപ്പെട്ടാലേ ഇതാവുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് എന്ത് വേണം? ഈ ഒരു അഭിഷേകം വേണം, ഈ ഒരു ശക്തി വേണം. നമ്മള് ഒരു പാട്ട് നമുക്ക് പാടുന്നതിനാണ്, പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരദാനത്തിന്റെ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമെന്ന് പറഞ്ഞു. നമുക്ക് ഞാൻ നേരത്തെ അച്ഛൻ പറഞ്ഞു, നമുക്ക് അറിവിന്റെ ഒരു കുറവൊന്നുമില്ല. ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഇവിടെ എന്താ പറയാ, വലിയ വമ്പന്മാരായ ധ്യാനഗുരുക്കന്മാർ ഉഴുതു മെറിച്ചു പോയിട്ടുണ്ട്, വചനം മികച്ചു പോയിട്ടുണ്ട്. ഇന്ന് വചനത്തിന്റെ കുറവില്ല, അറിവിന്റെ കുറവില്ല. പിന്നെ എന്തിന്റെ കുറവുള്ള? അഭിഷേകമില്ല, കൃപയില്ല, പ്രാർത്ഥന കുറഞ്ഞു. പിന്നെ ഈ പറയണ്ടെങ്കിൽ ദൈവഭയൊന്നും അത്ര പെരുത്തൊന്നുമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഇതൊക്കെ ഉണ്ടാവുന്നത് എപ്പോഴാണ്? ഈ അഭിഷേകം എന്ന് പറയുന്നത്. അഭിഷേകം. ഞാനിത് ഈ പാട്ട് പാടുമ്പോ എൻ്റെ അനുപലവി ഇങ്ങനെ പറയും,
ഏലിയായിൽ കത്തിച്ചൊലിച്ചു ഒരു പരിശുദ്ധാത്മാവേ. എന്നാൽ ഏലിയായിൽ കത്തിച്ചൊലിച്ചു. എന്താണ് ഏലിയായുടെ സ്വഭാവം? ഏലിയായെ എപ്പോ വിളിച്ചു ചോദിച്ചാലും ഏലിയ നീ ഇവിടെ എന്തെടുക്കുന്നു? ഏലിയക്ക് ഒറ്റ ഉത്തരവുള്ളൂ. ഏത് പാതിരാത്രിയിലും ഉറക്കത്തിൽ എഴുന്നേറ്റാലും ഏലിയ ഒറ്റ ഉത്തരം പറയുള്ളൂ. എന്താ പറഞ്ഞേ? ഞാൻ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീഷ്ണതയാൽ ചൊലിക്കാണ്. അവൻ ചൊലിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും. ഈ ചൊലിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം അല്ലെ? അഭിഷേകത്തിൽ ചൊലിക്കുക. നമ്മളെ തീ പോലെ അഭിഷേകം ചൊലിക്കണമെങ്കിൽ വേണം അത് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. ഞാൻ ഈ ദിവസങ്ങളൊക്കെ പല സ്ഥലത്തും ധ്യാനിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ, നമ്മൾ ആരാണ്? നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. അതിസ്വാഭാവികമായ കൃപകൾ നിറഞ്ഞ് ദൈവിക ശക്തിയാൽ ചൊലിക്കേണ്ടവരാണ്. നമ്മിൽ കൊളുത്തപ്പെട്ട അഭിഷേകമുണ്ട്, കൃപയുണ്ട്, ശക്തിയുണ്ട്. അതിനെ ഉണർത്തി, അതിനെ ജ്വലിപ്പിച്ച് രണ്ട് തിമോത്തി 1:6 പറയുന്നുണ്ട്, എന്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ജ്വലിപ്പിക്കണം. ഇങ്ങനെ ജ്വലിച്ചു നിന്നൊരു മനുഷ്യനാണ് ആര്? തനിക്ക് ലഭിച്ച പ്രവാചകത്വം, തനിക്ക് ലഭിച്ച ദൈവവിളി, അതിനെ ജ്വലിപ്പിച്ച് ജീവിച്ചവനാണ് ആര്? ഏലിയ. അപ്പൊ നിങ്ങൾ കുടുംബജീവിതത്തിലൊക്കെ വിളിക്കപ്പെട്ടപ്പോ ഉദാശയിലൂടെ ഒരു അഭിഷേകത്തിനെത്തി നിങ്ങളിൽ കൊളുത്തിയിട്ടുണ്ട് ദൈവം എന്ന് പറഞ്ഞ കൊളുത്തിയേക്കണേ. ഇനിമേൽ നിങ്ങൾ രണ്ടല്ല ഒറ്റ ശരീരമാ ദൈവം യോജിപ്പിച്ചു. മനുഷ്യൻ ഏർപ്പെടുത്തിയിരിക്കുന്നത് അതിനുവേണ്ടി ഒരു അഭിഷേകം തന്നിട്ടുണ്ട്. അത് ജ്വലിപ്പിക്കണം. ഞാൻ എല്ലാവരും ഈ ദിവസം പറയാനാണ്, നമുക്ക് ലഭിച്ചതിനെ നമ്മൾ എന്ത് ചെയ്യണം? ജ്വലിപ്പിക്കണം. ഞാൻ കൂടാത്തവർക്ക് വേണ്ടി പറയണം, നിങ്ങളുടെ മാമോദിസ നമുക്ക് ലഭിച്ചു, കുമ്പസാരം ലഭിച്ചു, വിവാഹം ലഭിച്ചു, ഉദാശ കേട്ടോ, അല്ല മറ്റേ ഉദാശ, തിരുപ്പട്ടം കിട്ടി, നമുക്കൊക്കെ ഉദാശ കിട്ടി. അന്ന് കർത്താവിന്റെ അഭിഷേകത്താൽ നിറയപ്പെട്ട ആ ഒരു തീ വീണ്ടും വീണ്ടും ജ്വലിപ്പിച്ചാണോ നമ്മൾ ജീവിക്കുന്നത്? ഞാൻ പറയാം, കർത്താവേ, തിരുപ്പട്ടത്തിലൂടെ എനിക്ക് ലഭിച്ച ആ അഭിഷേകം, ആ ദൈവകൃപ, ആ ദൈവിക ശക്തി ഇന്ന് എന്നെ ജ്വലിക്കട്ടെ, ഇന്ന് എന്നിൽ കത്തട്ടെ, എന്നിൽ ആണി കത്തട്ടെ. ആ സൈനിക ദൈവമായ കർത്താവിനെ പ്രതിയുള്ള ആ തീഷ്ണതയാൽ, പൗരോഹിത്യത്തിന്റെ അഭിഷേകത്താൽ ഞാൻ ജ്വലിക്കട്ടെ എന്ന് ഓരോ ദിവസവും കർത്താവിന് മുമ്പിലിരുന്ന് ബലിയർപ്പിച്ച് വിശുദ്ധ കുർബാനയുടെ മധ്യയിരുന്ന് പ്രാർത്ഥിച്ച് ഞാൻ എന്നെ തന്നെ എന്റെ പൗരോഹിത്യത്തെ ജ്വലിപ്പിക്കണം. നിങ്ങളും എത്ര പേര് വിവാഹം വന്ന ഉദാശയിൽ ലഭിച്ച അഭിഷേകത്തെ കത്തി ജ്വലിപ്പിച്ച് എല്ലാ ദിവസവും ജീവിക്കണവരുണ്ട്? ഹലോ, മനസ്സിലാവുന്ന നിങ്ങൾക്ക് ലഭിച്ച അഭിഷേകം കൊണ്ട് മക്കളെ, നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാര് രാവിലെ എഴുന്നേറ്റ് അല്ലെ എപ്പോഴെങ്കിലും കർത്താവേ, വിവാഹം വന്ന ഉദാശയിൽ ഞങ്ങളിൽ അങ്ങ് നിറച്ച അഭിഷേകം, കൃപ, ആ തീ ഞങ്ങളിൽ ഇപ്പോൾ ഇന്ന് ജ്വലിക്കട്ടെ എന്ന് പറഞ്ഞ് അതാണ് ഏലിയ പ്രവാചകൻ. എവരി ടൈം എപ്പോ വിളിച്ചാലും കർത്താവേ, അങ്ങയെ പ്രതിയുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കണം. ഈ ഏലിയ പ്രവാചക ശക്തി വളരെ വലുതാണ്. നമുക്കറിയാം, പറയണല്ലോ, എന്താ പറയാ, നീർക്കിയ ബാല്യ പ്രവാചകന്മാരും ഞാൻ പറഞ്ഞില്ല അത് മഴ പെയ്യരുത്, നമുക്കറിയാം സംഭവങ്ങളൊക്കെ എത്ര ശക്തനാണ്. ഈ ഏലിയ പ്രവാചകന്റെ ശിഷ്യനാണ് ആര്? എലീഷായ്ക്ക് അറിയാം ദൈവത്തിന്റെ പവർ. അപ്പൊ ഒരിക്കലും എലീഷയോട് ചോദിച്ചു, ഞാൻ എടുക്കപ്പെടുന്നതിനേക്കാൾ മുമ്പ് നിനക്ക് എന്താ വേണ്ടേ? അപ്പൊ എലീഷ എന്താ പറഞ്ഞു? എലീഷയ്ക്ക് മനസ്സിലായി, ഈ മനുഷ്യനിൽ പ്രവർത്തിക്കുന്ന ശക്തി സ്വാഭാവിക ശക്തിയൊന്നുമല്ല. എന്റെ പ്രിയപ്പെട്ടവർക്ക് ഓർക്കണം, നമ്മൾ ദൈവത്തിന്റെ മക്കള്, നമ്മെ നയിക്കേണ്ട ശക്തി, നമ്മെ നിയന്ത്രിക്കേണ്ട ശക്തി സ്വാഭാവികമായ ശക്തി ആകരുത്. അതിസ്വാഭാവികമായ കൃപകൾ, സ്വർഗത്തിന് നമ്മുടെ സഹായം, നമ്മുടെ സഹായം എവിടെ നിന്ന് മക്കളെ? സ്വർഗത്തിൽ നിന്ന്. സ്വർഗത്തിന്റെ സഹായം ചോദിച്ചു വാങ്ങിച്ച് അതിസ്വാഭാവികമായ കൃപകൾ നിറച്ചെടുത്ത് ജീവിക്കേണ്ടവരാ. ഇത് എലീഷയ്ക്ക്. അപ്പോൾ എലീഷ പറഞ്ഞു, അങ്ങയിൽ നിറയപ്പെട്ട ചൈതന്യത്തിന്റെ ഇരട്ടി ചൈതന്യം എനിക്ക് വേണം. ഹല്ലേലൂയ. എന്റെ മെസ്സേജ് വന്നിരിക്കുന്ന മക്കളെ, നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കേണ്ടത് ഈ അഭിഷേകത്തിന് വേണ്ടിയാണ്. ഇരട്ടി ചൈതന്യം, ഇരട്ടി അഭിഷേകം, അത് കത്തിക്കണം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ. ആദ്യം വെച്ചത് മാറ്റില്ല. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ,
അപ്പൊ ആ ഇരട്ടി പങ്കിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ എന്ന് പറഞ്ഞ ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ, കണ്ടീഷനാണ് അഭിഷേകം, കണ്ടീഷനില്ല. ഞാൻ എടുക്കപ്പെടുന്ന നീ കാണുകയാണെങ്കിൽ എനിക്കത് കിട്ടും. ഞാൻ ഓർക്കണം, അന്ന് മുതൽ എലീശയുടെ ഉറക്കം പോയി. എന്നറിയോ, ഏലിയായ്ക്കൊരു സ്വഭാവമുണ്ട്. കർത്താവ് എപ്പം വിളിച്ചെടുത്ത് പറഞ്ഞാലും അത് അങ്ങോട്ട് കണ്ണും പൂട്ടി അനുസരിക്കും. രാത്രി വിളിച്ച് പറയാം, നീ ഇന്ന് സെറഫാത്തിലെ വിജയന്റെ അടുത്ത് പോയി താമസിച്ചോട് പോക്കോ. അപ്പം തന്നെ എഴുതിയിട്ട് അപ്പം തന്നെ പോകണം. നീ കരുത്തരമെടുത്ത് പോയി താമസിക്കും. നീ അവിടെ പോയി പറ, ഈ ദൈവം എന്ത് പറഞ്ഞാലും അത് കണ്ണും പൊട്ടി അനുസരിക്കുന്നവനാണ് അറിയും എലിയ. എലീശക്കാരൻ. അന്ന് മുതൽ എലീശയുടെ കണ്ണുകൾ ഏലിയായി മാത്രം ഉറക്കം ചോദിച്ചു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, അഭിഷേകം കിട്ടണമെങ്കിലുണ്ടല്ലോ നല്ല കഷ്ടപ്പെടണം, അധ്വാനിക്കണം. അപ്പൊ അങ്ങനെ ഒരു ദിവസം എലിയ പറഞ്ഞു, ഇന്ന് കർത്താവ് എന്നോട് ജോർദാൻ അക്കരയ്ക്ക് ചെല്ലാൻ പറഞ്ഞേക്കാം, നീ ഇവിടെ നിൽക്കും, ഞാൻ പോയിട്ട് വരാം. ഒറ്റയ്ക്ക് വെള്ളം റെഡിയില്ല, ഞാനോട്. അങ്ങനെ ഏരിയയുടെ നിഴലായിട്ട് ഈ മനുഷ്യൻ പിന്നാലെ കൂടി നമുക്ക് ബാക്കി സംഭവമൊക്കെ ജോർദാൻ നിറഞ്ഞൊഴുകുന്നു. ഏരിയ മേലങ്ങി അടിക്കുന്നു, രണ്ടായിട്ട് പിളരുന്നു. അപ്പൊ അക്കരയ്ക്ക് തൊട്ട് പിന്നാലെ എലീശായി രണ്ടുപേരും അപ്പുറത്തുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആത്മീയരഥം വന്ന് ഏരിയ എടുക്കപ്പെടുമ്പോ എലീശ പറയാൻ പിതാവേ എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇത് കണ്ടു ഏലിയ മേലങ്ങിട്ട് കൊടുത്തു. അങ്ങനെ അഭിഷേകത്താൽ നിറയപ്പെട്ടവനായിട്ട് എലീശ തിരിച്ചു വരികയാണ്. നമുക്കറിയാം, നമ്മള് രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോ ഏലിയ 7 അത്ഭുതങ്ങൾ ചെയ്തു. ഇരട്ടി അഭിഷേകം കിട്ടിയ എലീശ നിങ്ങൾ കണക്ക് വയ്ക്കോ, 14 അത്ഭുതം ചെയ്തു. അഭിഷേകം കൂടുതൽ കിട്ടിയോ, അവന്റെ ജീവിതം അത്ഭുതങ്ങളുടെ ഒത്തിരി പ്രവൃത്തികളുടെ നിറവായിരിക്കും. അതുകൊണ്ടാണ് ഈ കൃപയ്ക്ക് വേണ്ടി, ഈ അഭിഷേകത്തിന് വേണ്ടി പ്രിയപ്പെട്ട മക്കളെ നമ്മൾ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം, ആഗ്രഹിക്കും. ഹല്ലേലൂയ. ഇവിടെ തന്നെ നമ്മളെ പാട്ടിൽ പാടും, സാവൂളിനെ പൗലോസാക്കിയ പരിശുദ്ധാത്മാവ്, ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവ്, രക്തസാക്ഷികളെ ബലപ്പെടുത്തിയ പരിശുദ്ധാത്മാവ്, പ്രവാചകന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവ്. ആ ആത്മാവ് തന്നെയാണ് എവിടെ കിടക്കുന്നത്? എവിടെ? പുറത്തുനിന്ന് മല്ലേരി നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ വീണ്ടും ജ്വലിപ്പിക്കണം. ഞാൻ എപ്പോഴും പറയും, ഞാൻ ദിവസങ്ങളൊക്കെ കാലഘട്ടത്തിൽ എല്ലാവരും പറയുന്ന കാര്യമാണ്, മക്കളെ, നമ്മിലുള്ള പരിശുദ്ധാത്മാവിനെ വീണ്ടും വീണ്ടും ജ്വലിപ്പിക്കണം. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി, ദൈവാത്മാവിനാൽ മാത്രം നയിക്കപ്പെടുന്ന മക്കളായി മാറണം. ഒത്തിരി അരൂപികള്, ഒത്തിരി ശക്തികള്, പൈശാചിക പീഡകള്, വശീകരണ യന്ത്രങ്ങള്, ആഭിചാര്യം, ലഹരി, മാഫിയകള്, പൈശാചിക ശക്തികൾ അതിപ്രബലമായിട്ട് ഈ കാലഘട്ടത്തിൽ നടക്കുമ്പോ നമ്മളോ, നമ്മുടെ മക്കളോ, നമ്മുടെ കുടുംബമോ, നമ്മുടെ സഭയോ, നമ്മുടെ വൈദികരോ മറ്റൊരാത്മാവിനാലും നയിക്കപ്പെടാൻ പാടില്ല. അതുപോലെ പരിശുദ്ധാത്മാവിനെ നമ്മൾ ജ്വലിപ്പിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മള് ആ പാട്ടൊക്കെ ഒന്ന് പാടി ഒന്ന് അഭിഷേകം കേട്ടോ എന്നോട് പ്രാർത്ഥിക്കാം. അതിനുശേഷം അച്ഛൻ നമ്മള് വചനം കേൾക്കാം, വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. വചനം അച്ഛനെ ഇരടികൾ പാടിത്തരും. ശക്തിയായി മാറട്ടെ, കൃപകളായി തീരട്ടെ, സൗഖ്യമായി മാറട്ടെ അച്ഛൻ പാടിത്തരും. പിന്നെ പുതിയൊരു അഭിഷേകം, പുതിയൊരു ബന്ധക്രിസ്ത, പുതിയൊരു ശക്തി നമ്മളറിയപ്പെടാം. അതിനെല്ലാം വേണ്ടി നമുക്ക് എഴുന്നേൽക്കുന്ന താനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു അഭിഷേകം പ്രാപിക്കാൻ, വലിയൊരു അഭിഷേകത്തിന്റെ ശക്തി നിറയാൻ താങ്കത്തോടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കൈയടിച്ച് ഞങ്ങളുടെ ജീവിതത്തിലെ
കാര്യങ്ങളിലേക്ക്, ഞങ്ങളുടെ അവസ്ഥകളിലേക്ക്, ഞങ്ങളുടെ ബലഹീനതകളിലേക്ക് വന്ന് നിറയണമേ. ഞങ്ങളെ ഏറ്റെടുക്കണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിതാപത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കവിയോ പരിശുദ്ധാത്മാവേ എന്നറിയണമേ, നിറയ്ക്കണമേ ആത്മാവേ. പൗലോസിനെ പൗലോസാക്കിയ പരിശുദ്ധാത്മാവ്, സ്ത്രീകന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവ്, രക്തസാക്ഷികളെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഞങ്ങളിൽ നിറയട്ടെ, ഞങ്ങളെ നയിക്കട്ടെ, ഞങ്ങളെ ഏറ്റെടുക്കട്ടെ. പരിതാപത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കറിയാം, ഞാൻ പറഞ്ഞു, കർത്താവിൻ്റെ വലിയൊരു ആഗ്രഹമാണ് നമ്മെ ബലപ്പെടുത്തണം, ശക്തിപ്പെടുത്തണം, പ്രകാശമാക്കി മാറ്റണം. തൻ്റെ കൃപ കൊണ്ട് നമ്മെ നിറക്കുന്ന ദൈവം ആഗ്രഹിക്കുന്നു. കാരണം അത് ദൈവത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാം, കുറെ വ്യക്തികളെ നമുക്ക് എടുത്ത് പരിശോധിക്കാം. ദൈവം അബ്രാഹത്തെ വിളിച്ചു. ദൈവം എന്താ പറഞ്ഞാൽ, നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തില് 12-ാം അധ്യായത്തില് അബ്രാഹത്തെ വിളിച്ചിട്ട് ദൈവം അബ്രാഹത്തോട് പറയുന്ന ഒരു വലിയൊരു കാര്യമുണ്ട്. 12-ാം അധ്യായത്തിന്റെ 2 മുതൽ ഇന്ന് നമ്മൾ ചില വ്യക്തികളെടുത്ത് ആ വ്യക്തികളിൽ നിറഞ്ഞ അഭിഷേകവും ശക്തിയും പ്രാപിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം നമ്മൾ ഒരുങ്ങണം. ഇവിടെ പറയാണ്, ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്വമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. പറയാ, നീ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുകയും നിന്നെ ശപിക്കുന്നവരെ ഞാനും ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശമെല്ലാം അനുഗ്രഹീതമാകും. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന്റെ മക്കളെ ദൈവം അനുഗ്രഹിക്കുക മാത്രമല്ല, അവരെ ഒരു
അനുഗ്രഹമാക്കി മാറ്റിക്കൊണ്ട് അനേകർക്ക് അനുഗ്രഹം കൊടുക്കാനും സൗഖ്യം കൊടുക്കാനും ശക്തി കൊടുക്കാനും ദൈവം ആഗ്രഹിക്കുന്നു. അപ്പൊ അത് ദൈവം വിളിച്ചത് അബ്രാഹത്തിന് വേണ്ടി മാത്രമൊന്നുമില്ല. അപ്പൊ നിങ്ങളെ ദൈവം ഈ കാനസിലേക്ക് വിളിച്ചു, ഈ കൂട്ടായ്മയിലേക്ക് വിളിച്ചു. എന്തിനാ? അനേക മക്കൾക്ക് നിങ്ങളെയും എന്നെയും ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ. അതിന് അബ്രാഹം എന്താ ചെയ്തേ? അത് നമ്മൾ ചെയ്യണ്ടേ? നമ്മൾ ചെയ്യണം. എന്താണ്? അബ്രാഹം ദൈവത്തെ അതുപോലെ വിശ്വസിച്ചു, അതുപോലെ അനുസരിച്ചു, അതുപോലെ ദൈവത്തിന് തന്നെ അബ്രാഹം സമർപ്പിച്ചു. നമുക്കറിയാം അബ്രാഹത്തിന്റെ വിളിയൊക്കെ. സാധാരണ മനുഷ്യൻ, മക്കളും ഇല്ല, അല്ലെ, ഒരു പ്രത്യേക അവസ്ഥ. 75-ാമത്തെ വയസ്സിൽ വിളിച്ച് അവനെ കർത്താവ് അഭിഷേകം ചെയ്തപ്പോ അബ്രാഹം ഈ കർത്താവിൽ പരിപൂർണമായിട്ടും വിശ്വസിച്ചു. നീ നിന്റെ ദേശം വിടാൻ പറഞ്ഞു, പിതൃഭവനം വിടാൻ പറഞ്ഞു. അബ്രാഹം ചെയ്തു. ദാസനെ പോലെ ദൈവം പറഞ്ഞതനുസരിച്ചു. അങ്ങനെ 75-ാമത്തെ വയസ്സിൽ വിളിച്ചിട്ടും 100-ാമത്തെ വയസ്സായപ്പോഴും മക്കളില്ല, ഒരു വാഗ്ദാനം പൂർത്തിയാക്കിയിട്ടില്ല. ആ സമയത്തും അബ്രാഹം ദൈവത്തെ വിശ്വസിച്ചു. നമ്മൾ വായിക്കുന്നുണ്ട്, അബ്രാഹം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി പരിഗണിച്ചു. അങ്ങനെ ദൈവത്തിന് സമർപ്പിച്ച അബ്രാഹത്തിലൂടെ ദൈവം തന്റെ ശക്തി പ്രകടമാക്കുക. 100-ാമത്തെ വയസ്സിൽ ഇസഹാക്ക് ജനിക്കുമ്പോ അബ്രാഹം സന്തോഷിച്ചു, വാഗ്ദാനം പൂർത്തിയായല്ലോ. പക്ഷെ ആ മകനെ പോലും ബലിയർപ്പിക്കാൻ പറഞ്ഞപ്പോ അബ്രാഹം അവിടെയും ദൈവത്തെ കണ്ണും പൂട്ടി അനുസരിച്ചു, വിശ്വസിച്ചു, സമർപ്പിച്ചു. ഇവനാണ് കർത്താവിന്റെ ദാസൻ. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മൾ ഇതുപോലെ ദൈവത്തെ അനുസരിച്ച് ദൈവത്തിന് അതുപോലെ ഭരമേൽപ്പിച്ച് വിട്ടുകൊടുക്കണം. പ്രശ്നങ്ങൾ വരും, ഇല്ലായ്മകൾ വരും, പ്രതിസന്ധികൾ വരും, പ്രതികൂലങ്ങൾ വരും, അന്യായമായ പീഡനങ്ങൾ വരും. എന്തു വന്നാലും നമ്മൾ അബ്രാഹത്തെ പോലെ ദൈവത്തിന്റെ വലിയ ശക്തി പ്രകടമാകാൻ നമ്മൾ തന്നെ സമർപ്പിക്കണം. ഹല്ലേലൂയ. നമുക്കറിയാം അബ്രാഹത്തിലൂടെ നമുക്കറിയാം ദൈവത്തിന്റെ ഇഷ്ടം മക്കളെ നമ്മളെ ഒരു കൃപയുടെ ഉപകരണമാക്കി മാറ്റണം. അതാ ദൈവത്തിന്റെ ആഗ്രഹം. ഞാൻ ഈ ദിവസങ്ങളൊക്കെ പ്രാർത്ഥിക്കർത്താവേ നിന്റെ കൃപ ഇങ്ങനെ എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് യൗസേപ്പ് പിതാവിന്റെ ഒരു ചിന്ത വരുന്നത്. ഞാനൊരു യൗസേപ്പ് പിതാവിന്റെ 33 ദിവസത്തിൽ പ്രതീക്ഷ നടത്തിയിട്ടുണ്ട് യൂട്യൂബ് ചാനലിൽ. അപ്പൊ അവിടെ ഞാൻ ഈ യൗസേപ്പ് പിതാവിനെ കുറെ പഠിച്ചു. ഒത്തിരി മിസ്റ്റികൾക്കൊക്കെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു യൗസേപ്പ് പിതാവിനെ കുറിച്ച്. അങ്ങനെ യൗസേപ്പ് പിതാവിന്റെ ആത്മീയ ജീവിത യാത്ര എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെയാണ്. അങ്ങനെ കുറെ പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിച്ച് പഠിച്ച് ആ യൗസേപ്പ് പിതാവിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ മനസ്സിലായി. ഞങ്ങൾക്ക് ഒരിക്കൽ യൗസേപ്പ് പിതാവ് മാതാവിനോട് പറയണം, മേരി നിനക്ക് എന്തുമാത്രം കൃപയാ, എന്ത് സഹനശക്തിയാ, എന്തൊരു ക്ഷമയാ, ഒരു പരാതിയില്ല, ഒരു പിറുവിറുപ്പില്ല, ഒരു അസ്വസ്ഥതയില്ല. അങ്ങനെയാണ് മാതാവ്. ഇത് കണ്ടിട്ട് യൗസേപ്പ് പിതാവിന് അത്ഭുതം. യൗസേപ്പ് പിതാവ് മാതാവോട് പറഞ്ഞു, നിനക്ക് എന്ത് കൃപയാ. അപ്പൊ മാതാവ് പറയാണ്, ചേട്ടാ ഇത് എന്റെ കഴിവൊന്നുമില്ല, എന്റെ ശക്തിയല്ല, എന്നിൽ ദൈവം നിറച്ചു വച്ചിരിക്കുന്ന കൃപയാണ്. മാതാവിന്റെ സ്പെഷ്യലൈസേഷനാണ് നമ്മൾ പറഞ്ഞില്ലേ, ദൈവ കൃപ നിറഞ്ഞവൾ. 2 കർത്താവ് കൂടെയുള്ളവൾ. നമ്മൾ ഈ കൊന്തയൊക്കെ ചെല്ലുമ്പോ ചെല്ലില്ലേ, ഹലോ എന്ന് പറയുന്നേ മാതാവിന്റെ 2 സ്പെഷ്യലൈസേഷൻ പറയാണ്. എന്തൊക്കെയാണ്? ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. ശരിക്കും നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ളത് നല്ല ശരി ട്രാൻസ്ലേഷൻ. ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്. അത് മാതാവിന് മാത്രമേ ഉള്ളൂ. നന്മ എല്ലാവർക്കും ഉണ്ട്, നന്മ പലർക്കും ഉണ്ട്. പല പിശാചിനെ ആരാധിക്കുന്നവരും പിശാചിനെ പൂജിക്കുന്നവരും പത്രികാളെ ആവാസിച്ചവരൊക്കെ നന്മയുണ്ട്, നമുക്ക് ഒത്തിരി നന്മയുണ്ട്. പക്ഷെ കൃപ അത് മാതാവിന്റെ മാത്രം സ്പെഷ്യലൈസേഷനാണ്. അതുകൊണ്ട് മാതാവിന് പറയാം ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. 2ാമത്തെ സ്പെഷ്യാലിറ്റിയാണ് കർത്താവ് നിന്നോട് കൂടെ. നമ്മൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയേ, ഇത് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോ ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. അതുകൊണ്ട് നീ എന്തുകൊണ്ടാണ് മാതാവ് സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ട? ദൈവകൃപ നിറഞ്ഞതുകൊണ്ടും കർത്താവ് നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെടണം. അനുഗ്രഹമാക്കി മാറ്റി പറഞ്ഞില്ലേ,
നിങ്ങൾക്ക് അനുഗ്രഹമായി മാറണോ? മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരണോ? ഒറ്റ കാര്യം, ഈ രണ്ടെണ്ണം നടക്കണം. എന്താണ്? ദൈവ കൃപ. വെറുതെ തൊട്ട് തലോടി പോയാൽ പോരാ, നിറയണം. കർത്താവ് എപ്പോഴും കൂടെ. ഞാൻ പറയും, എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രോമിസ് എന്താണ്? ദൈവമക്കൾക്ക്, വിളിക്കപ്പെട്ട എല്ലാവരോടും ദൈവം ഒറ്റ പ്രോമിസുള്ളൂ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഞാൻ ദിവസങ്ങളൊക്കെ പറഞ്ഞു, എല്ലായിടത്തും പറഞ്ഞ കാര്യമാണ്, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, ദൈവം കൂടെ ഉണ്ട്. അതുകൊണ്ട് ഈ സാന്നിധ്യം ഉള്ളതുകൊണ്ട് നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടു. രണ്ടാമത്തെ കാര്യം, നിന്റെ ഉദരഫലവും. നിങ്ങളുടെ ഉദരഫലമൊക്കെ അനുഗ്രഹിക്കപ്പെടണോ? അമ്മമാരെ, ഉദരഫലങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടണോ? വൈദ്യുതമാണ്. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവകൃപ നിറയണം, കർത്താവ് കൂടെ വേണം. നമ്മുടെ കുടുംബത്തില് മക്കളെ അനുഗ്രഹിക്കപ്പെടണോ? ഇന്ന് മക്കളെ ഓർത്തുള്ള വേദനയാണ്. മക്കളെ ഭയങ്കര വേദന അല്ലേ? അച്ഛന് നിങ്ങൾക്കറിയായിരിക്കും, അച്ഛന് യൂട്യൂബ് ചാനലിൽ മക്കൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ട്. 2024 ഓഗസ്റ്റ് 27 തുടങ്ങിയതാ. മക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ മാതാപിതാക്കൾ പറഞ്ഞിട്ട് ഒരു 10,000 പേര് ഡെയിലി പങ്കെടുക്കുന്നുണ്ട്. ഞാൻ അനേക അമ്മമാരെ വിളിച്ചു. നശിച്ചു പോയ മക്കള്, അടിമപ്പെട്ടു പോയ മക്കള്, ഡിപ്രഷനിൽ പെട്ടുപോയ മക്കള്, പഠനം മുടങ്ങിപ്പോയ മക്കള്. ഞാൻ പറയും, പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് ഈ മക്കൾ ഇങ്ങനെയായി? ആ ഒരു അവസ്ഥ ഒത്തിരി കാരണങ്ങൾ അല്ലെങ്കിൽ പോണില്ല. പ്രിയപ്പെട്ടവരെ, ഈ മക്കൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ദൈവ കൃപ നിറയണം, കർത്താവ് കൂടെ വേണം. അതുകൊണ്ട് പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം വരെയും തമ്പുരാനോട് അപേക്ഷിക്കണമേ. എന്തിനു വേണ്ടി അപേക്ഷിക്കണം? ദൈവകൃപ നിറഞ്ഞവരായി ജീവിക്കാനും കർത്താവിനെ അമ്മ കൂടെ നിർത്തിയ പോലെ എപ്പോഴും കൂടെ നിർത്താനും. അമ്മ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മരിക്കണം വരെ പ്രാർത്ഥിക്കണമേ. ഒരു നിയോഗം വെച്ച് കൊണ്ടുവരുന്നു. അങ്ങനെ ഇത് അതുകൊണ്ട് ഈ മാതാവ് പറയാണ്, ചേട്ടാ എന്റെ കഴിവൊന്നുമില്ല, ദൈവം എന്നിൽ നിറച്ച കൃപയാണ്. അപ്പൊ തുടങ്ങി ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നറിയോ? കർത്താവേ, അങ്ങയുടെ കൃപകൾ എന്നിൽ നിറച്ച് ആ കൃപകളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ്, വിതരണം ചെയ്യുന്ന ഒരു ഉപകരണമാക്കി എന്നെ മാറ്റണമേ. നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മൾ ഇത് പറയില്ല, നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങയുടെ കൃപകളെ നീ നിറയ്ക്കണം. ആ കൃപകളെയാണ് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. എന്റെ കുടുംബത്തില്, ശുശ്രൂഷയില്, എന്റെ പൗരോഹിത്യത്തില് ദൈവത്തിന്റെ കൃപകളെ ഞാൻ വിതരണം ചെയ്യണം. അതുകൊണ്ട് അതിനുവേണ്ടിയാണ് ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദൈവ കൃപ നിറയപ്പെടാനുള്ള വലിയ ദൈവത്തിന്. അതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വചനത്തിലും റോമ 9:17 ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിനെ കുറിച്ച് ഫറവോയുമായിട്ട് ബന്ധപ്പെട്ട 2 കാര്യം പറയുന്നത്. ഒന്ന് 9:16 പുറപ്പാട്. ഇവിടെ പറയാണ്, എന്റെ നാമം ലോകമെന്ന് പ്രഘോഷിക്കപ്പെടാനും എന്റെ ശക്തി വെളിപ്പെടാനും വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത്. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ദൈവം ജീവിക്കാൻ അനുവദിച്ചത് ദൈവത്തിന്റെ ശക്തി പ്രകടമാക്കാനാണ്. പിന്നെ 9:17 റോമയെ പറയുന്നത് ഒറ്റ വ്യത്യാസമുള്ളൂ, ശക്തി പ്രകടമാക്കാനും മഹത്വം ആകാനും വേണ്ടിയാണ് ഞാൻ നിന്നെ ഉയർത്തിയത്. എന്റെ പൗരോഹിത്യത്തിൽ ഉയർത്തി, കുടുംബജീവിതത്തിൽ ഉയർത്തി, കർത്താവിന്റെ ശക്തി പ്രകടമാക്കാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നിന്നെ കുടുംബജീവിതത്തില്, എന്നെ പൗരോഹിത്യത്തില്, ജോലിയില്, ബിസിനസ്സില്, സമ്പത്തില്, പഠനത്തില്, വിദ്യാഭ്യാസത്തില് എല്ലാം ദൈവം ഉയർത്തിയത് ദൈവത്തിന്റെ ശക്തി പ്രകടമാക്കാൻ, ദൈവത്തിന്റെ കൃപകൾ വിതരണം ചെയ്യാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി നമ്മൾ ശക്തമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി ജീവിക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്കറിയാം. ഞാൻ അടുത്തൊരു വ്യക്തി നടത്താൻ ആഗ്രഹിക്കുന്നത് പഴയ നിയമത്തിലെ ജോസഫിനെ കുറിച്ചാണ്. നമുക്കറിയാം, ജോസഫ് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 39-ാം അധ്യായത്തില് ജോസഫ് നമുക്ക് ജോസഫിന്റെ പ്രത്യേകത. അവന്റെ കുറിച്ച് പറയുന്നത് 30-ാം അധ്യായത്തില് 2-ാമത്തെ വചനം, കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളിലും അവന് ശ്രേയസ്സുണ്ടായി. ഈ ഈജിപ്തുകാരനായ യജമാന്റെ അങ്ങനെ പറയുന്നത്. 3-ാമത്തെ വചനം, കർത്താവ് അവന്റെ കൂടെയുണ്ടെന്നും അവൻ ചെയ്തതൊക്കെ അവിടുന്ന് മംഗളകരമാക്കുന്നെന്നും അവന്റെ യജമാനൻ മനസ്സിലാക്കി. വീണ്ടും പറയാണ്,
നമ്മള് 5-ാമത്തെ വചനം, ഈ ഈജിപ്തുകാരൻ വീടിന്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിന്റെയും ചുമതലയും ജോസഫിനെ ഏൽപ്പിച്ച നാൾ മുതൽ ജോസഫിനെ ഓർത്ത് കർത്താവ് അവന്റെ വീടിനെ അനുഗ്രഹിച്ചു. ജോസഫിനെ ഓർത്ത് കർത്താവ് അവന്റെ വീടിനെ അനുഗ്രഹിച്ചു. നിന്നെയോർത്ത്, നിന്റെ കുടുംബത്തെ, നിന്നെയോർത്ത്, നിന്റെ ജോലി മേഖലകളെ, നിന്നെയോർത്ത് ആ ദൈവം അനുഗ്രഹിക്കണം. നമ്മുടെ മക്കളെ, നമ്മുടെ സാധ്യതകൾ നിസാരമല്ല. നമ്മൾ ദൈവകൃപയാൽ നിറഞ്ഞാൽ, ദൈവത്തെ കൂടെ നിർത്തിയാൽ, ദൈവശക്തിയാൽ നിറയപ്പെട്ടാൽ നമ്മിലൂടെ ദൈവം അനേകരെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോസഫ് എന്താ ചെയ്യണം? ഈ വ്യക്തിത്വങ്ങളെ പഠിക്കണം മക്കളെ. നമ്മള് ജോസഫ് എന്താ ചെയ്ത? ജോസഫ് നിഷ്കളങ്കനാണ്. അവൻ ആരോടും പരാതിയില്ല, അല്ലേ? ഇന്ന് നമുക്കാണെങ്കിൽ പരാതി, പെറുപെറുപ്പും വഴക്കും വാശിയും ഇതൊക്കെ മാറണം. അല്ലെങ്കിൽ പല കാര്യങ്ങളും വരും, നമ്മൾ വിചാരിക്കാത്ത പലതും കടന്നു വരും. അവിടെയൊക്കെ നമ്മള് ജോസഫിനെ നമ്മൾ പറയണ്ടല്ലോ. ജോസഫിനെ കുറിച്ച് പൊട്ടക്കണ്ടില് അവസാനം അവനെ ഈജിപ്തുകാർക്ക് വിറ്റു. ഇനി അവിടെ ഇവിടെ ഇവന് ഈജിപ്തിലാ. അവനിപ്പോ അവസാനം ദൈവം അനുഗ്രഹിച്ച് പോത്തിഫറിന്റെ വീട്ടിലെത്തി. അവിടെയാണെങ്കിൽ അവനെ ആ വീടിന്റെ എല്ലാത്തിനും കണ്ടില്ല ഉത്തരവാദിത്വം. അവന്റെ ഭാര്യയ്ക്ക് ഇവനോട് ഒരു പ്രണയം. നോക്കി, ജോസഫിനെ നോക്കാനോ അവനെ നിയന്ത്രിക്കാനോ ആരുമില്ല. ഇവനൊന്ന് വഴങ്ങിയാൽ ഇതെല്ലാം അവന് കിട്ടും. പക്ഷേ ജോസഫിനെ കണ്ടോ? അവൻ പറയുന്നത്, ഞാൻ ഇത്ര നീചമായി പ്രവർത്തിച്ച് എന്റെ കർത്താവിനെതിരെ ഞാൻ എങ്ങനെ പാപം ചെയ്യും, എങ്ങനെ പ്രവർത്തിക്കും? എന്റെ മക്കളെ, നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. നമുക്ക് കൽപ്പനകളുണ്ട്, നമുക്ക് ദൈവത്തിന്റെ വചനമുണ്ട്, ജീവിക്കാനുള്ള ജീവിതമുണ്ട്. ആ ജീവിതം ജീവിച്ച് ദൈവത്തെ കൂടെ നിർത്താൻ നമുക്ക് സാധിക്കണം. ജോസഫ് ഒരു പാപം ചെയ്ത് ദൈവത്തിന് അപ്രീതികരമായ ഒന്നും ചെയ്യാതെ എല്ലാ അവസരമുണ്ട്. അവിടെയും അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവത്തിന്റെ മകനെ പോലെ ജീവിച്ചു. അവൻ പാപം ചെയ്തില്ല. അങ്ങനെ അവൻ ജീവിച്ചപ്പോ അവന്റെ കൂടെ കർത്താവ് നിന്നു. ഹല്ലേലൂയ. അവനിലൂടെ പിന്നെ നമുക്കറിയാം, അവനിലൂടെ ഈജിപ്തിനെയല്ല ലോകം മുഴുവനെയും എന്ന പോലെ കർത്താവ് അനുഗ്രഹിച്ചു. ജോസഫിനെ വിചാരിക്കണം. ഈ ജോസഫിൽ പ്രവർത്തിച്ച അതേ ശക്തി, ആ ജോസഫിനെ നയിച്ച അതേ ആത്മാവ് തന്നെയാണ് നമ്മിലല്ല, എന്നിലും നിന്നിലും ഉള്ളത്. നമ്മളെല്ലാവരും ഉള്ളത്. ഞാൻ കുറച്ച് പേഴ്സണാലിറ്റിയാണ്. ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ വർക്കൗട്ട് ചെയ്യണം. ഇത് നമുക്കുള്ള പ്രശ്നം അറിയോ? വർക്കൗട്ടിങ് ഇല്ല. വർക്കൗട്ട് ചെയ്തപ്പോ നമ്മള് ഈ മസിൽ വെറുതെ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ മസിൽ ഇങ്ങനെ നടക്കും, തളർന്നു നടക്കും, തൂങ്ങി കിടക്കും. വർക്കൗട്ട് ചെയ്താലോ? വർക്കൗട്ട് ചെയ്താലോ കണ്ടല്ലോ, പവർഫുൾ ആയിട്ട് ചെയ്യും. നമ്മളല്ല ഇങ്ങനെയുള്ള വർക്കൗട്ട് ചെയ്യുന്നത്. ഇതുപോലെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ നമ്മുടെ ഈ കൃപാജീവിതത്തെ കേട്ടോ, പുതിയ നിയമത്തിലെ നമ്മുടെ ജീവിതം എന്നറിയോ? കൃപാജീവിതമാണ്. കൃപാജീവിതം എന്ന് പറഞ്ഞാല് ഈശോയാൽ നിറയപ്പെട്ട്, അല്ലെ? ഇത് നമ്മുടെ വാസ്തവത്തേക്ക് ഈശോ പറഞ്ഞ യോഹന്നാൻ 6:56 എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അവനാരാ? യോഹന്നാൻ 1:1 പറഞ്ഞത് അവന്റെ പൂർണ്ണതയിൽ നിന്ന് കൃപയ്ക്ക് മേൽ കൃപ. കൃപാദാതാവായ യേശു, ജീവൻ തന്നെയായ യേശു, ജീവന സമൃദ്ധി. യോഹന്നാൻ 10:10 ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനും വേണ്ടിയാ. ആ കർത്താവ് തന്നെയുള്ള മക്കളെ നമ്മുടെ ഉള്ളിൽ വസിക്കണ. ഹലോ, ആണോ? എന്താണോ ഇതിന്റെ പിന്നിലെ നമ്മൾ ഇത് വർക്കൗട്ട് ചെയ്യണം.
കർത്താവിനെ അനുസരിച്ച് ഈ ലോകത്തിനോട് അനുരൂപപ്പെടാതെ, പാപത്തിന്റെ പിന്നാലെ പോകാതെ, പിശാചിന് വിട്ടുകൊടുക്കാതെ കർത്താവിന്റെ സ്വന്തമായി നിന്ന് ആ കൃപയിൽ ജ്വലിപ്പിക്കും. സത്യം പറയട്ടെ, ഈ ഒരു തലത്തിലൊക്കെ നമുക്ക് ഒത്തിരി കുറവ് പറ്റിയിട്ടുണ്ട്. വർക്കൗട്ട് ചെയ്ത് പറഞ്ഞില്ലേ, മാമോദീസ, വിശുദ്ധ കുമ്പസാരം, വിശുദ്ധ കുർബാന, സ്ഥൈലേപനം, വിവാഹമെന്ന കൂദാശ, പൗരോഹിത്യം, പിന്നെ തമ്പുരാന്റെ സാന്നിധ്യം. ഞാൻ പറയണേ മക്കളെ, ഈ കാലഘട്ടത്തിലുണ്ടല്ലോ കർത്താവിന്റെ കൂടെ ഇരിക്കണം. കർത്താവ് കൂടെ ഇരിക്കണം. ഞാനിപ്പോ ഇത് ഇവിടെ തന്നെ നമ്മള് മോശനെ കുറിച്ച് കാണും. മോശ, ഈ മോശയുടെ ഏറ്റവും വലിയ സ്വഭാവം എപ്പോഴും കർത്താവ് യുദ്ധം ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ച് കർത്താവിന് കൂടെ നിർത്തിയവനാണ് മോശ. നമ്മുടെ ജീവിതത്തിൽ വേറെ ഒന്നും ചെയ്യണ്ട. ഞാൻ എപ്പോഴും കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യമാണ് മക്കളെ, വേറെ ഒന്നും ചെയ്യണ്ട, കർത്താവിന് കൂടെ നിൽക്കുക. അതാ ഈശോ പറഞ്ഞ എന്റെ ഏറ്റവും വലിയൊരു ക്ലാസിക്, എൻ്റെ ഒരു ചങ്കാണ് ഈ ഒരു ഭാഗം. എല്ലായിടത്തും പറയും. ഈശോ പറഞ്ഞൊരു കാര്യമാണ് 15:10 എന്ന് പറഞ്ഞ് തായ്തണ്ടിനോട്, അത് എപ്പോഴും നമ്മൾ ധ്യാനിക്കണം. ഈശോ പറഞ്ഞത് തായ്തണ്ടിനോട് ശാഖ എന്ന പോലെ എന്റെ മക്കളെ നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കണം. ഒരു ബന്ധം, തായ്തണ്ട്, ശാഖ. നമുക്ക് ധാരാളം ഫലം പുറപ്പെടുവിക്കണോ, അനുഗ്രഹിക്കപ്പെടണോ, മക്കൾ അനുഗ്രഹിക്കപ്പെടണോ? ഒറ്റ വഴിയുള്ളൂ. ഈശോ പറഞ്ഞു, എന്നോട് ചേർന്ന് നിൽക്കുന്ന ശാഖകൾ അതിനാൽ തന്നെ ധാരാളം ഫലം പുറപ്പെടുവിക്കും. ഇറ്റ്സ് എ പ്രോമിസ്. വേറെ ഒന്നും ചെയ്യണ്ട. നീ പഠിക്കാനും പോകണ്ട, പഠിക്കാനും പൊക്കോളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രൈം ഇമ്പോർട്ടൻസ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർത്താവിനെ അതുപോലെ കൂടെ നിർത്തുക. അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കണം, ബന്ധമുറപ്പിക്കണം, ആഴപ്പെടണം. വളരെ തോറും തായ്തണ്ട് ബന്ധം ആഴപ്പെടുത്തണം. നമ്മുടെ മക്കളുടെ, നമ്മുടെ കുടുംബത്തിന്റെ എല്ലാത്തിനെയും ബന്ധം വർദ്ധിപ്പിച്ചാൽ അതിനാൽ തന്നെ എന്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ അനുഗ്രഹിക്കണം. അതുകൊണ്ട് മോശ അതിനോട് ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ മോശയുടെ സ്വഭാവമാണ് എപ്പോഴും ദൈവത്തോട് അവൻ ചേർന്ന്. മാത്രമല്ല, ദൈവം വേണം. ഈ പുറപ്പാട് പുസ്തകത്തില് 33-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ആ കാളക്കുട്ടിയൊക്കെ ഉണ്ടാക്കി ആരാധിച്ച 32-ാം അധ്യായം കഴിഞ്ഞതിന് ശേഷം കർത്താവ് 33:3 കർത്താവ് പറയാ, നിങ്ങൾ പോയിക്കോ, കാനാനിലേക്ക് പൊക്കോ, ഞാൻ വരുന്നില്ല. ദൂതനെ വിടാം. നിങ്ങളൊരു സാക്ഷി അങ്ങനെ ദൈവം പറയാ, ഞാൻ വരുന്നില്ല. എന്റെ പ്രിയമക്കളെ, മോശയ്ക്ക് ചിന്തിക്കാൻ പറ്റണില്ല. കാരണം പുറപ്പാട് 14 നമുക്കറിയാം, കർത്താവ് അഗ്നിസ്തംഭത്തില് മേഘസ്തംഭത്തോട് കൂടെ ചങ്കളിൽ 2 പിളർത്തി, മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചു, പാറയിൽ ജലം നൽകി. ഇതെല്ലാം കർത്താവിന്റെ സജീവ സാന്നിധ്യമാണ്. ഇതെല്ലാം അനുഭവിച്ച മോശയ്ക്ക് ചിന്തിക്കാൻ പറ്റണില്ല. എന്ത്? കർത്താവ് കൂടെ ഇല്ലാതെ ഒരു പോക്ക് ചിന്തിക്കാൻ പറ്റില്ല. സോ ഡീപ് ആൻഡ് ഇന്റിമേറ്റ് വാസ് ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് ദ ഗോഡ്. നമുക്ക് അതുപോലെ ഒരു ബന്ധം വേണം. എന്റെ കർത്താവിന് കൂടെ വേണം. കർത്താവിനെ ജീവിക്കാൻ പറ്റില്ല. പിന്നെ വേറെ ഞാൻ പറയണ്ടല്ലോ, ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിനോട് ഒട്ടു പോകാൻ പറ്റാത്ത കാലഘട്ടമായി അല്ലേ? തിന്മ അതുപോലെ അതിപ്രസരിച്ചിരിക്കുന്ന കാലഘട്ടം. അതുകൊണ്ട് തന്നെ അതിനൊക്കെ പിന്നീട് വരാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിനെ അതുപോലെ നിർത്തണം. അതിനുവേണ്ടി മോശം ചെയ്തൊരു കാര്യമുണ്ട്. 30-ാം അധ്യായത്തിൽ കാണിക്കുന്നുണ്ട്. സമാഗമ കൂടാരം അതിന് മുതൽ തിരുവചന ഭാഗത്തിൽ അവൻ കർത്താവിന്റെ അവനെ കുറിച്ച് പറയുന്നത് ഒരു പതിവായിട്ട് ചെയ്ത കാര്യമാണ്. ഒരു കൂടാരം ഉണ്ടാക്കും. പാളയം അടിച്ച ഞാൻ ഈ ദിവസങ്ങൾ പറഞ്ഞത്, അതായത് യാത്രയിൽ ചില സമയത്ത് പാളയം അടിക്കുന്ന സാഹചര്യം. ആ പാളയം അടിക്കുമ്പോഴൊക്കെ ഈ മോശ ഒരു കൂടാരം പഠിക്കും. ആ കൂടാരത്തിൽ ഇരുന്ന് അവൻ ദൈവത്തോട് സംസാരിക്കും. എല്ലാം ചോദിക്കും. അവിടെ നമ്മൾ വായിക്കുന്നത്, ദൈവമായ കർത്താവ് മോശയോട് സ്നേഹിതനോടെന്ന പോലെ മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. നിങ്ങൾ അത്ര ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണല്ലോ. ഒരു ചെറിയൊരു ആത്മശോധന, ഒരു പരിശോധന. ദൈവത്തോട് ഇതിനോടകം ശ്രദ്ധിച്ച മക്കളെ,
ദൈവത്തോട് ഇതിനോടകം വ്യക്തിപരമായ സംസാരിക്കുന്ന, മുഖാഭിമുഖം സ്നേഹിതനെന്ന പോലെ സംസാരിക്കുന്ന ഒരു ബന്ധം നിങ്ങൾക്ക് ഇതിനോടകം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. പരിശോധിക്കുക, നിങ്ങൾ പരിശോധിക്കുക. ബന്ധം എന്ത് മാത്രമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ കൃപ, ആ പ്രകാശം, ആ ചൈതന്യം നമ്മിലൂടെ പ്രസരിക്കും. ഒരു സംശയം. അവിടെ മോശയുടെ കർത്താവ് സംസാരിക്കുന്നുണ്ട്. അവസാനം മോശയുടെ കർത്താവ് പറയുക, മോശെ എനിക്ക് ഇതിനെ നന്നായിട്ട് അറിയാം. അതൊരു ചോദ്യ. എനിക്ക് ഇതിനെ നന്നായിട്ട് അറിയാം. എന്താ പറയാ, നീ എൻ്റെ പ്രീതി നേടിയിരിക്കും. നമ്മുടെ കർത്താവ് നമ്മളോട് പറയുന്നു, ബോസ്കോ എനിക്ക് ഇതിനെ നന്നായിട്ട് അറിയണം മോനെ. അത് നിങ്ങൾ തന്നെ പരിശോധിക്കുന്നതിലൂടെ ഇരിക്കുമ്പോൾ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നുവെന്ന് എന്നെക്കുറിച്ച്, എൻ്റെ ജീവിതത്തെക്കുറിച്ച്, എൻ്റെ പെർഫോമൻസിനെ കുറിച്ച് ദൈവം പറയും. വേറെ ആരും നിങ്ങൾ ആത്മചോദനം ചെയ്യുക. ദൈവം പറയൂ. ഹല്ലേലൂയ. നമ്മളിതൊക്കെ പരിശോധിക്കണം. ഇതൊക്കെ വർക്കൗട്ട് കളിക്കണോ? നമുക്ക് പറയാം, ഈ ഇവിടെ പറയാം, അതായത് ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ ശക്തിയും പ്രകടമാകുന്ന രീതിയിൽ ദൈവത്തിന് പ്രീതിയുള്ള മക്കളായിട്ട് നമ്മൾ മാറുന്നു. 127 സങ്കീർത്തനം 2-ാം വചനം പറയുന്നത് എന്താ പറയുന്നത്? തനിക്ക് പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ പോലും കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. ഹല്ലേലൂയ. മക്കളെ, നമുക്കെല്ലാം നൽകാൻ ആഗ്രഹിക്കുന്ന കർത്താവാണ്. നമ്മൾക്ക് എല്ലാം, നമുക്ക് സമ്പത്ത്, ആരോഗ്യം, സമാധാനം, സന്തോഷം, ശക്തി, കൃപ, ജീവൻ എല്ലാം തരാൻ ആഗ്രഹിക്കുന്ന സർവാധിപനും സർവശക്തനുമായ കർത്താവാണ് അവിടുന്ന്. ഞാൻ ഈ ദിവസങ്ങളൊക്കെ മിക്കവാറും എല്ലാ സ്ഥലത്തും പറഞ്ഞ കാര്യമാണ്, നമ്മൾ ഈ അപ്പനെ അറിയും. ഈശോ നമ്മെ പറഞ്ഞു, സ്വർഗസ്ഥനായ ഈ അപ്പനാരാ? വിശ്വാസ പ്രമാണം, സർവശക്തനായ പിതാവ്, ആകാശത്തിന്റെ ഭൂമിയുടെ സൃഷ്ടാവായ ദൈവം എന്റെ അപ്പൻ. ഈ അപ്പൻ സർവാധിപനാണ്, സർവശക്തനാണ്. ഈ അപ്പന്റെ മക്കളാ. ഈ ഒരു ബന്ധം നമ്മൾ ഉണ്ടാക്കിയാണല്ലോ. പിന്നെ കർത്താവ് പറഞ്ഞ പ്രമാണം 14:14, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇന്ന് സത്യം വരാണെങ്കിൽ നമ്മൾ യുദ്ധം ചെയ്തൊരു പരിപാടി അല്ലേ? ഹലോ, മൊക്കെ മടുത്ത്. ഞങ്ങള് ശങ്കര ടീമില്, ഞാൻ ശങ്കര ടീമിന്റെ സ്പിരിച്വൽ ഭാഗം കൂടിയാണ്. അപ്പൊ ഞങ്ങൾ ഇടയ്ക്ക് ഒരുമിച്ചിരിക്കും. അപ്പൊ ഇടയ്ക്ക് സന്തോഷം ഒരു മടുപ്പ് തോന്നുന്നത്, ഒരു മടുപ്പ്. എന്തോരെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു മടുപ്പ്, അത് സ്വാഭാവികമാണ്. പിന്നെ അപ്പൊ തന്നെ മാറ്റും. കർത്താവ് അല്ലേ ചെയ്യുന്നത്, നമ്മളാണ് ചെയ്യാ, കർത്താവ് ചെയ്തോളൂ. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ദീപികാര യാത്രയൊക്കെ പോകും. കേരളം, ഇന്ത്യ മുഴുവനൊക്കെ വിളിച്ചുകൊണ്ട് കുറെ കർത്താവ് നീ ചെയ്തോ, നീ ചെയ്യ്. അങ്ങനെ ഈശോയെ കൊണ്ടുള്ള യാത്രകൾ. എന്റെ പ്രിയമക്കളെ, കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ സർവസന്നദ്ധതയോടെ, സർവസന്നാഹത്തോടെ, സർവാധിപത്യത്തോടെ, സർവശക്തിയോടെ നമ്മുടെ കൂടെ ഉണ്ടായാൽ മതി. നിങ്ങൾ ശാന്തരായിരിക്കും. ഹല്ലേലൂയ. വെറുതെ കർത്താവിനെ കൂടെ നിർത്തിയിട്ട് വേണം അത് വർക്കൗട്ട് ചെയ്യണം. അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മക്കളെ, പ്രിയ സഹോദരങ്ങളെ, കർത്താവിന്റെ പ്രവൃത്തികൾ വളരെ വലുതാണ്. അതിലേക്ക് നമ്മൾ വളരണം. അതാണ് പൗലോസ് പറഞ്ഞ 1 കൊരിന്ത്യർ 15:10, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവ കൃപയാലാണ്. അത് പറയാൻ പറ്റും. കൃപയാൽ നിറയപ്പെട്ട്, കൃപയാൽ ശക്തി പ്രാപിച്ച്, എന്റെ ദൈവത്തിന്റെ ശക്തി എന്നിൽ പ്രകടമാക്കി, ആ ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ ശക്തിയും ആ കൃപയും എന്നിൽ നിറയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ തന്നെ പറയാ, എന്നിൽ ചൊരിയപ്പെട്ട ദൈവ കൃപ വൃഥാവിലായി പോയിട്ടില്ല. ഒരു കാര്യം ഓർത്തോ, ദൈവം കൂടെ ഉണ്ടോ, ദൈവ കൃപയുണ്ടോ, ദൈവശക്തിയുണ്ടോ, അതൊരിക്കലും വൃഥാവിലായി പോകത്തില്ല. കിട്ടി മടുത്തോ? കൃപ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മറ്റെല്ലാവരെക്കാൾ കൂടുതൽ നമ്മൾ അധ്വാനിക്കും. അത് ഞാനല്ല, എന്നിലുള്ള ദൈവകൃപ. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ
കർത്താവിന്റെ കൃപ നിറയാൻ വേണ്ടി അതുപോലെ ആഗ്രഹിക്കുക. അതിനുവേണ്ടി ചോദിക്കുന്നു. ഇത് ഞാൻ എപ്പോഴും പറയും, നമ്മളെന്തിനു വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്? പല പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എത്ര പേര് ചലഞ്ച് ചെയ്യാണ്, വേറെ ഒന്നിനും വേണ്ടി പ്രാർത്ഥിക്കണില്ല. കർത്താവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത്. നിങ്ങളോട് നിയോഗം എഴുതാൻ പറഞ്ഞാൽ ഒരു കൊട്ട നിറയെ നിങ്ങളുടെ നിയോഗം എഴുതിയിടുക അല്ലേ? ഹലോ, എന്ന ഒറ്റ നിയോഗം എഴുതിയിട്ടാവും. എനിക്കെന്റെ കർത്താവിന് അത് മതി. ഇന്ന് നമ്മൾ ഓടി അവിടെ പ്രാർത്ഥന, ഇവിടെ പ്രാർത്ഥന, അപ്പുറത്ത് ഉടമ്പടി, ഇപ്പുറത്തെ നിയോഗം, എന്തെല്ലാം കാര്യമുള്ള മക്കളെ. കർത്താവിനെ കിട്ടണമെന്നില്ല. നമ്മുടെ ജീവിതം ഒന്ന് മാറ്റണം. ഇത് തൊടാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല. അല്ലാണ്ട് കിട്ടുന്ന കൃപയൊക്കെ മതി, അത് കിട്ടില്ല, അത് കിട്ടില്ല. കൃപ സ്വീകാരം നോക്കിക്കോ നിങ്ങള്. കർത്താവ് അവനെ ശരിക്കോട്ട് ഉഷ്ണിപ്പിക്കും. മോശം ഞാൻ പറ്റില്ല, നീ വെക്കോ. മോശം കർത്താവേ, നീ വരാതെ ഞങ്ങളെ വിടരുത്. മോശിക്ക് സങ്കടഭാവം എന്തോരം എണ്ണീവർക്കറിയാൻ ഈ ജനത്തിന്റെ സ്വഭാവം വേറെ. അങ്ങനെ ഈ മോശ കർത്താവിന് വേണ്ടി ആഗ്രഹിച്ചു. എനിക്കിത് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ദൈവം നമ്മെ അറിയുന്നുണ്ട്. ആ ദൈവത്തിന്റെ പ്രീതി നേടുന്ന മക്കളായി ജീവിക്കും. അതിനെന്ത് വേണം? കർത്താവിനനുസരിച്ച്, കർത്താവിന് വചനം മുറുകെ പിടിച്ച്, കർത്താവ് പറഞ്ഞ പോലെ ജീവിക്കണം. ഇത് പറയുമ്പോൾ മനസ്സിലേക്ക് പെട്ടെന്ന് വരിക സംഖ്യ 23-ാം അധ്യായത്തില് ബാലാമിന്റെയും ബാലാക്കിന്റെയും സംഭവമുണ്ട്. ഇതൊക്കെ വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ? ഹലോ, അത് ഞാൻ പറയാം മക്കളെ, നമ്മളുണ്ടല്ലോ ഈ കൃപ സ്വീകരിച്ച ഒരു ഫൈറ്റിങ്ങിലേക്ക് നമ്മൾ അറിഞ്ഞില്ല. കാരണം ഒത്തിരി തിന്മ, പിശാച്, ആഭിചാരം, മന്ത്രവാദം, ഗോത്രം, ഒത്തിരി പിശാചിക പ്രവൃത്തികള്. ഞാൻ എപ്പോഴും പറയും മക്കളെ, സ്പിരിച്വൽ വാർ ഈസ് ഗോയിങ് ഓൺ. വേണമെങ്കിൽ മനസ്സിലാക്കിക്കോ, ഒരു ആത്മീയ പോരാട്ടം ഒരു ഗവൺമെന്റിനോ, ഒരു ആർമിക്കോ, ഒരു സംവിധാനത്തിനോ, ഒരു സഭയ്ക്കോ തകർക്കാനോ തടസ്സപ്പെടുത്താനോ തോൽപ്പിക്കാനോ പറ്റാത്ത വിധത്തിൽ ഒരു ആത്മീയ പോരാട്ടം ശക്തമാണ്. ഞാൻ പറയാനില്ല അതിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ. മക്കളെ, നമുക്ക് ആത്മീയ പോരാട്ടത്തിൽ we need spiritual weapons. ആത്മീയ ആയുധങ്ങൾ കൂടിയത്. ഹല്ലേലൂയ. ഇനി നീ ഉറങ്ങിയിരുന്നു കഴിഞ്ഞാൽ നിന്റെ കാര്യം പോക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി. അതുകൊണ്ട് അതിന്റെ ഏറ്റവും വലിയ ശക്തിയാണ് കർത്താവ് എന്റെ കൂടെ, സ്വർഗം എന്റെ കൂടെ, മാലാഖമാർ എനിക്ക് ചുറ്റും, വിശുദ്ധരന്റെ കൂടെ ഉണ്ട്. സ്വർഗത്തിന് ശക്തിയുണ്ട്, സഹായമുണ്ട്, അഭിഷേകമുണ്ട്. അതിനു വേണ്ടി നമ്മൾ പാഠപ്പെടണം. ഹല്ലേലൂയ. മോശ അതിനു വേണ്ടി പ്രാർത്ഥിക്കും, ദൈവത്തോട് ആലോചന ചോദിക്കും, എല്ലാ കാര്യങ്ങളും ദൈവത്തെ കൊണ്ട് ചെയ്യിപ്പിക്കും. മാത്രമല്ല, ദൈവം കൂടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോ അവിടെ നിന്നും അങ്ങ് ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങളെ പറഞ്ഞു വിടരുത്. വാശിയാണ്. കർത്താവിന് വേണ്ടി വാശി പിടിക്കും. കർത്താവ് നീ വന്നേ പറ്റൂ. അങ്ങനെ കർത്താവ് പറയാ, ഞാൻ തന്നെ വരില്ല. ഈ അങ്ങനെയൊക്കെ വാശി പിടിച്ച് പ്രാർത്ഥിച്ചാണല്ലോ, കർത്താവ് നമ്മുടെ കൂടെ വരും. കർത്താവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന എന്നറിയോ? കർത്താവേ, ജീസസ്, ഐ സറണ്ടർ മൈസെൽഫ് ടു യു, ഗിവ് മീ യു, ഗിവ് മീ യു. എനിക്ക് അങ്ങേക്കാം. അതാണ് പ്രാർത്ഥിച്ചാണല്ലോ. ഇടിവെട്ട് പോലെ കർത്താവ് വരും. പക്ഷെ എനിക്ക് ആഗ്രഹിക്കണം. ഹല്ലേലൂയ. എന്റെ പ്രിയമക്കളെ, അങ്ങനെ ആഗ്രഹിച്ച മോശയുടെ കൂടെ കർത്താവ് നമ്മുടെ വേറെ വ്യക്തി കാണുന്നത് യോശുവ. പുള്ളിയുടെ പിൻഗാമിയാണെന്ന് വെച്ചാൽ മോശ പ്രാർത്ഥനയ്ക്ക് കൂടാൻ എടുത്തു. അടുത്ത യോശുവ, യൂനിലെ പുത്രനായ യോശുവ അവിടെ തരിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അവിടെ ഇരുന്ന് കർത്താവിനോട് സംസാരിച്ച്, കർത്താവിനോട് പ്രാർത്ഥിച്ച്, ആ ബന്ധം ഉറപ്പിച്ച് ഇരിക്കുന്ന യോശുവ. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മളൊക്കെ സഭയിലും പൗരോഹിത്യത്തിനും സന്യാസ ജീവിതത്തിലും നിങ്ങളാണ് കുറെ കൂടിയൊക്കെ മാന്യമായിട്ട് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് തോന്നുന്നത് താമസമൊന്നുമല്ല, നമ്മളെ പ്രാർത്ഥിക്കാനും കൂടി പറയാനുള്ളത്. ഹല്ലേലൂയ. പ്രാർത്ഥന തീരെ കുറഞ്ഞു, പ്രാർത്ഥിക്കാൻ മനസ്സിലാത്തവരായിട്ട് മാറി. എന്തൊക്കെയോ തടസ്സങ്ങൾ
ദൈവത്തെ വിളിച്ച ദിവസം അവര് പിതാക്കന്മാർക്ക് ഒരുമിച്ച് ആറാമാരെ ഒരു ഇടയിലാണ് കറിയിട്ട് നമ്മുടെ അച്ഛന്മാരും പിതാക്കന്മാർ 1 മണിക്കൂറെങ്കിലും ഡെയിലി നിർബന്ധമായിട്ടും ആരാധന ഉപയോഗിക്കാൻ. നമ്മുടെ സഭയുടെ പ്രശ്നം തീരും. മാത്രമല്ല ദൈവത്തെ വിളിച്ചിടപെടുത്തേക്ക് നിങ്ങൾ ചെയ്ത് മടുത്തില്ലേടോ പിതാക്കന്മാര്, നിങ്ങൾ ചെയ്ത് ഇടയിലേക്കും മറ്റു പലരും മടുത്തില്ലേ? ദൈവത്തെ വിളിച്ചിടപെടുത്തേക്ക് നിങ്ങളിവിടെ ദൈവം കൊണ്ടുവന്നേക്കാൾ നിങ്ങളുടെ വലിയ ഉത്തരവാദിത്വം അറിയാം മക്കളെ. ഇന്ന് പല ദൈവങ്ങളെ വിളിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർ അത് വിളിച്ച് ഈ ദേശത്തില്, നിന്റെ കുടുംബത്തില്, ഈ ഇടവകയില്, ഈ സമൂഹത്തില്, ഈ കൂട്ടായ്മയില്, ഈ ഔട്ട്റീച്ച് മിനിസ്ട്രിയില് ദൈവത്തെ വിളിച്ച് ഇടപെടുത്തിക്കുന്ന ദൈവബന്ധമുള്ള മക്കളായിട്ട് പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ മാറണം. പക്ഷെ അതിനേക്കാൾ ഏറെ നീ പ്രകാശമായി മാറുന്ന വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രകാശം തന്നെയായ കർത്താവിനെ ഇവിടെ വിളിച്ചിറക്കണം. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ കാണാൻ ഭയങ്കര സന്തോഷം. ഇവിടെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. അങ്ങനെയൊന്നുമില്ല. പക്ഷെ നിങ്ങൾ നിങ്ങളെ ടീമുകള് ഇവിടുന്ന് കാനഡയിലേക്കോ മറ്റ് UK-യിലേക്കോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇത്ര തീക്ഷണയൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കണ ആൾക്കാർ ഇവിടുത്തെ ആൾക്കാർ ജോലിയിലൊക്കെ ചെയ്തൊന്നുമില്ല, പിന്നെ എവിടെ പോയിട്ടുണ്ടെന്ന് അറിയില്ല. അങ്ങനെ ചോറ പ്രശ്നമുണ്ട്. നിങ്ങളങ്ങനെയൊന്നുമില്ല. ഇവിടെ സൂചിക്കാൻ പറഞ്ഞ UK-യിലേക്ക് സൂചിക്കാൻ പറഞ്ഞ അവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, മക്കളുടെ പഠനമൊക്കെ നിങ്ങൾ പഠിപ്പിക്കണമെന്ന് അറിയാലോ, അറിയാലോ. അതുകൊണ്ട് ഭയങ്കര പാട്ടിന് ഞാൻ പറയുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മള് ദൈവത്തെ വിളിച്ചിടപെടുത്തിക്കുന്ന ദൈവം കൂടെ വേണം. അതുകൊണ്ടെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും കർത്താവ് ചെയ്തു. അതുകൊണ്ട് ഈ ജോത്സവ കർത്താവിനോട് കൂടി ഇരിക്കാം ബന്ധത്തിൽ. ആ ജോത്സവയുടെ കർത്താവ് പറഞ്ഞു, ജോത്സവം നമുക്ക് സുരക്ഷിതമാണ്. അടുത്തത് പറഞ്ഞ നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. ജോത്സവ, ഞാൻ മോശയോട് കൂടെ എന്ന പോലെ നിന്റെ കൂടെ ഉണ്ടായി. നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവം നീ ഒരിക്കലും തോൽപ്പിക്കപ്പെടില്ല. അതുകൊണ്ട് നമ്മുടെ ഈ ശുശ്രൂഷ ജീവിതത്തില്, നമ്മുടെ കുടുംബ ജീവിതത്തില്, ഈ ക്രൈസ്തവ ജീവിതത്തില് എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ. അബ്രാഹത്തെ പോലെ, മോശനെ പോലെ, ജോസഫിനെ പോലെ, ജോഷുവയെ പോലെ, എല്ലാ പ്രവാചകന്മാരെ പോലെ ദൈവത്തെ നമ്മുടെ കൂടെ നിർത്തണം. അതിനുവേണ്ടി ഞാൻ പറയുന്നത് നമ്മുടെയൊക്കെ വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് നിയമാർക്ക് 4:7 പറയുന്നല്ലോ, വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠജനതയുള്ള നമ്മുടെ ഈ ശുശ്രൂഷ ബെൽസേദയുടെ അർത്ഥം എന്താ? പശ്ചാത്തലം എന്താണ്? ബെൽസേദ സംഭവം താഴ്ന്നെടുക്കുന്ന 38 വർഷമായി താഴ്ന്നെടുക്കുന്നവൻ, അവന്റെ അരികിലേക്ക് ഈശോ വരുക. ഒരു കാര്യം, ഏത് അവസ്ഥയിലേക്കും ഏത് തളർച്ചയിലേക്കും ഈശോ വന്നാൽ അവൻ ഈശോയോട് ചോദിച്ചോ സുഖപ്പെടുത്തണമെന്ന്? അവൻ ഈശോയെ അറിയാമായിരുന്നോ? ഈശോ ആരെന്ന് ഒന്നും അറിയില്ല. പക്ഷെ ഈശോയിലേക്ക് വന്നു. ഈശോയിലേക്ക് വന്നു. ഈശോ അവനോട് ചോദിക്കുക, കണ്ടറിഞ്ഞ് ചോദിക്കും, എനിക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ട്. നമ്മളെന്തെങ്കിലും ചെല്ലുമ്പോഴും നമ്മുടെ കൂടെ കർത്താവ് ഉണ്ടാവും. കർത്താവ് ചെന്നോളൂ. മനസ്സിലാകുന്നല്ലോ. അതിൽ ഈ ആത്മീയതയിലേക്ക് നമ്മൾ വളരണം. അതാണ് ആ സെക്കൻഡ് പുസ്തകം 21-ാം നമ്മൾ കാണുന്ന ആ ദൈവജനം. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ. ഇന്ന് അടുത്ത നമുക്ക് കടന്നു വളരെ യേശുനാമം എൻ്റെ ആശ്രയം. നമുക്ക് ആഗ്രഹിച്ച് യേശുനാമം എൻ്റെ ആശ്രയം, ആശയറ്റ നേരം എൻ്റെ ആശ്വാസം, നിർവചനമായി തൂങ്ങി എൻ്റെ വേദനകൾ. പ്രാർത്ഥന കുളക്കരയിലെ രോഗി പോലെ നമ്മുടെ തളർച്ചകള്, വേദനകള്, ദുഃഖഭാരങ്ങള്, സങ്കടങ്ങൾ എന്തുമാകട്ടെ മക്കളെ,
അതെല്ലാം സമർപ്പിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ നീ വരണം, നീ വൈകല്യ പാടണം, വൈകല്യേ കർത്താവേ എന്റെ ജീവിതത്തിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക്, എന്റെ അവസ്ഥകളിലേക്ക് അങ്ങ് വന്നേ പറ്റൂ. ആ ഒരു വാശി കേട്ടോ, ആ ഒരു വാശി, വേറെ ഒന്നുമില്ല. നീ വരണം. നിങ്ങൾ ആരെയും വിളിച്ച് പ്രാർത്ഥിക്കുക മക്കളെ. ആളെ അറിയും, ആളെ ഞാൻ പറയും. അപ്പനറിയാൻ പാടാത്ത മക്കളായി പോയി നമ്മൾ. തമാശയില്ല, അപ്പനറിയില്ല. ഞാൻ കഴിഞ്ഞ പറഞ്ഞു, എന്ത് പ്രശ്നമാണെങ്കിലും ഒറ്റപ്പടി അപ്പാ. അപ്പനെ വിളിച്ച അപ്പനോട് പ്രശ്നമാവട്ടെ, രോഗമാവട്ടെ, എന്ത് പ്രശ്നമാവട്ടെ, അപ്പനാണ്. നമ്മുടെ അപ്പൻ ഒന്നിനും കുറവില്ലാത്തവൻ, സർവാധിപൻ, സർവശക്തൻ, ആകാശത്തിന്റെ ഭൂമിയുടെ. ഞാൻ തുടങ്ങി അങ്ങനെ ജീവിക്കാൻ അക്കരെ തുടങ്ങണം. ഞങ്ങൾ കർത്താവേ നീ അധികാരം ഏറ്റെടുക്ക് പറയാനെ കുറിച്ചൊക്കെ നമ്മൾ അതിനു വേണ്ടി ഇറങ്ങണം. മക്കളെ നമ്മൾ ഇറങ്ങണം. ഈ ദൈവത്തെ നമ്മെ ഏൽപ്പിച്ചേക്കാണ്. ആ ദൈവത്തെ വിളിച്ചിടപ്പെടുത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മൾ ചെയ്തേ പറ്റൂ. മറ്റന്മാരെ വിളിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. ആരെ വിളിക്കാൻ? വിശാചികളെ വിളിച്ചാക്കാനും, അവന് വേണ്ടി ശുശ്രൂഷ ചെയ്യാനും, അവന് വേണ്ടി സിനിമ ഇറക്കാനും, അവന് വേണ്ടി ഗെയിം ഇറക്കാനും, അവന് വേണ്ടി പൂജ നടത്താനും, അവനെ വിളിച്ച് ചെയ്യാനും ഇന്ന് ഇഷ്ടംപോലെ ആളുണ്ട് ലോകത്തില്. പൈസ ഉണ്ട്, സംവിധാനമുണ്ട്, മീഡിയ ഉണ്ട്. കർത്താവിനെ വിളിച്ചിറക്കേണ്ടവര് മക്കളെ അങ്ങനെ പറയാ. കർത്താവിനെ വിളിച്ചിറക്കേണ്ട സഭയും വൈദികരും സന്യസ്തരും നമ്മൾ കുടുംബങ്ങളും നമ്മുടെ യുവമക്കളും അതിൽ തോറ്റുപോയി. ഈ കാലഘട്ടത്തിൽ കുറെ പേരുണ്ട. പക്ഷെ ഞാൻ പറയാണ്, ലോകത്തിന്റെ മുഴുവൻ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ സത്യവും നമ്മളത് തോറ്റുപോയി. അതാണ് എപ്പോഴാണ് മക്കളെ അന്ധകാരം കയറി വരുന്നത്? പ്രകാശം പറയുമ്പോൾ ഈ ലോകത്തില് കർത്താവിനെ വിളിച്ച് ഈ പ്രകാശമായിട്ട് മാറേണ്ടവര് പ്രകാശമായി മാറിയിരുന്നെങ്കിൽ അത് നിങ്ങൾ പറ. അന്ധകാരം, തിന്മ, മ്ലേച്ഛത, അല്ലെങ്കിൽ അശുദ്ധി, ഈ തീവ്രവാദം, ഈ ക്രൂരതകള്, ഈ യുദ്ധങ്ങള്, ഇതൊന്നും നടക്കില്ലായിരുന്നു. ഇതൊക്കെ പിശാചിന്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് കർത്താവിനെ വിളിച്ച് നമുക്ക് ഏറ്റവും എളിമയോടുകൂടി നമുക്ക് എഴുന്നേറ്റ് നമുക്ക് ശക്തമായി കൈവഴിച്ച് യേശുനാമം എന്റെ ആശ്രയം എന്ന് പറഞ്ഞ് നമ്മുടെ കുടുംബത്തിലേക്ക്, ജീവിതത്തിലേക്ക് കർത്താവിനെ ഏറ്റു പറഞ്ഞ് നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കണം. യേശുവായിരുന്നു, എന്റെ രക്ഷയായിരുന്നു, അവൻ എന്റെ ശിക്ഷ ഏറ്റുവാങ്ങിയിരുന്നു. യേശുവായിരുന്നു, അവൻ രക്ഷയായിരുന്നു, അവൻ എന്റെ ശിക്ഷ ഏറ്റുവാങ്ങിയിരുന്നു.
ബെത്സയിദാ കുളക്കരയിലെ രോഗി പോൽ ഞാൻ കടന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു വൈകല്ലേ എന്റെ മോചകാ. ബെത്സയിദാ കുളക്കരയിലെ രോഗി പോൽ ഞാൻ കടന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു വൈകല്ലേ എന്റെ മോചകാ. യേശുവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കുരിശിലേറി, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പീഡ സഹിച്ചു, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചു, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ കൂടെ വസിക്കുന്നു. ആ സ്നേഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങേ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ചാട്ടവാറുകൊണ്ട് പ്രഹരമേറ്റവേ, ചിരിയില്ല കോപമെന്റെ നായകൻ. ചാട്ടവാറുകൊണ്ട് പ്രഹരമേറ്റവേ, ചിരിയില്ല കോപമെന്റെ നായകൻ. അവൻ ശാന്തനായിരുന്നു, അവൻ ശക്തിയായിരുന്നു, അവൻ എന്റെ കോപതീയണച്ചു നിന്നു. കർത്താവേ, അവൻ ശാന്തനായിരുന്നു, ശാന്തത നിറയട്ടെ, ശക്തിയായിരുന്നു, ശക്തി നിറയട്ടെ. എന്റെ കോപതീയണച്ചു നിന്നു. കരങ്ങളുയർത്തി അടിച്ച് ബെത്സയിദാ കുളക്കരയിലെ രോഗി പോൽ ഞാൻ കടന്നവനാകുന്നു. എന്റെ കരുണ തേടുന്നു വൈകല്ലേ വൈകല്ലേ എന്റെ മോചകാ. എന്റെ മോചകാ. യേശുവേ, ബെത്സയിദാ കുളക്കരയിലെ രോഗി പോൽ ഞാൻ കടന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു വൈകല്ലേ എന്റെ മോചകാ. എന്റെ മോചകാ. വൈകല്ലേ എന്റെ യേശുവേ, വൈകല്ലേ എന്റെ യേശുവേ, വൈകല്ലേ എന്റെ യേശുവേ, വൈകല്ലേ എന്റെ യേശുവേ. യേശുവേ എന്റെ മോചകാ, യേശുവേ എന്റെ മോചകാ. യേശുവേ മക്കളെ, എന്റെ മോചകാ. യേശുവേ എന്റെ മോചകാ. വൈകല്ലേ എന്റെ ശക്തിയേ, വൈകല്ലേ എന്റെ ശക്തിയേ, വൈകല്ലേ എന്റെ ശക്തി. എന്റെ ശക്തിയേ, യേശുവേ, വൈകല്ലേ എന്റെ ശക്തിയേ. വൈകല്ലേ എന്റെ ജീവനേ, വൈകല്ലേ എന്റെ ജീവനേ, വൈകല്ലേ എന്റെ ജീവനേ, വൈകല്ലേ എന്റെ ജീവനേ. വൈകല്ലേ എന്റെ സൗഖ്യമേ, വൈകല്ലേ എന്റെ സൗഖ്യമേ, വൈകല്ലേ എന്റെ സൗഖ്യമേ, ഓ വൈകല്ലേ എന്റെ സൗഖ്യമേ. യേശുവേ എന്റെ യേശുവേ, യേശുവേ എന്റെ യേശുവേ, യേശുവേ എന്റെ യേശുവേ, യേശുവേ എന്റെ യേശുവേ. ജീവനേ എന്റെ യേശുവേ, ജീവനേ എന്റെ യേശുവേ. ജീവനേ ഓ എന്റെ യേശുവേ, ഞങ്ങളുടെ മക്കളില്, ഞങ്ങളുടെ കുടുംബത്തില്, ഞങ്ങളുടെ ജീവിതങ്ങളില് യേശുവേ. അറിയണമേ. യേശുവേ എന്റെ ശക്തിയേ, യേശുവേ എന്റെ ശക്തിയേ, യേശുവേ എന്റെ ശക്തിയേ, യേശുവേ എന്റെ ശക്തിയേ. ഇനി കാര്യങ്ങളെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി കർത്താവേ, സ്തുതിക്കുന്നു, ആരാധിക്കുന്ന കർത്താവേ, അഭിഷേകമായി, ശക്തിയായി, ജീവനായി, കൃപയായി, സാന്നിധ്യമായി കർത്താവേ, അങ്ങയുടെ മക്കൾ നിറയണമേ. ഈ കുടുംബത്തില്, ജീവിതത്തില്, അവസ്ഥകളില് യേശുവേ അങ്ങ് നിറയണമേ. ഏറ്റെടുക്കണമേ കർത്താവേ. കൃപ 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 അഭിഷേകമായി, ജീവനായി, സൗഖ്യമായി, സമാധാനമായി, ശക്തിയായി സ്വയം നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വയം നന്ദി കർത്താവേ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്കിരിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ,
ജോഷിയുടെ കൂടെ കർത്താവ് അതിശക്തമായിട്ട് നിന്ന് ജോഷിയെ നയിക്കുക. നമുക്കറിയാം ഈ ജോഷുവ പിന്നീട് തോൽപ്പിക്കപ്പെടുന്നുണ്ടല്ലേ. നിരാഷ്കാലത്തൊരിക്കലും മാർക്കതിനെ തോൽപ്പിക്കാൻ നമുക്ക് തോറ്റുപോകുന്ന കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് പരിശോധിക്കും. അതായത് ജോഷുവ തോൽപ്പിക്കപ്പെടില്ല എന്ന് പറഞ്ഞില്ലേ, പക്ഷെ തോൽപ്പിക്കപ്പെട്ടു ആയി പട്ടണത്തിന് മുമ്പിൽ. സംഭവം നമുക്കറിയാം, സംഭവമാണ് കുറെ ആത്മീയ രഹസ്യങ്ങളുണ്ട്. നമ്മുടെ കൂടെ കർത്താവ് ഉണ്ടെങ്കിൽ നമ്മുടെ കർത്താവിന് സാധ്യമില്ല. നമ്മളെ സുഖപ്പെടുത്താനോ നമ്മെ ശക്തിപ്പെടുത്താനോ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാനോ നമുക്ക് വേണ്ടി പോരാ, ഒന്നിനും ഒരു കുറവില്ലാത്തവനാണ് ആര്? കർത്താവ്. നമുക്ക് പറ്റുന്ന വീഴ്ചകളും പരാജയങ്ങളുടെ പിന്നിലുള്ള കാരണം അത് നമ്മളൊന്ന് റെക്ടിഫൈ ചെയ്യും. 2 ദിനവൃത്താന്തം 27-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വചനത്തില് യോഥാം എന്ന രാജാവിനെ കുറിച്ച് പറയുന്നത്. യോഥാം അതെന്ത് ചെയ്യുന്നറിയോ? കർത്താവിന്റെ ഇഷ്ടമനുസരിച്ച് തന്റെ ജീവിതത്തെ അവൻ ക്രമപ്പെടുത്തി. അപ്പോൾ അവൻ പ്രബലനായി. നമുക്കൊരു പ്രബലതയുണ്ട്, നമുക്കൊരു ശക്തിയുണ്ട്. നമ്മൾ ഈ ലോകത്തിലെ മറ്റുള്ള ജനതകളെ പോലെ അല്ല, നമ്മൾ വ്യത്യസ്തരാണ്. നമുക്ക് വ്യത്യാസമുണ്ട്. ആരെങ്കിലും പറഞ്ഞു ആ വ്യത്യാസം അവരെ പോലെ ഇല്ലേ? ആരെങ്കിലും നമ്മളൊക്കെ അനുഭവിക്കണ വ്യത്യാസമുണ്ട്. നമ്മുടെ കൂടെ ദൈവമുണ്ട്, നമ്മുടെ കൂടെ സ്വർഗത്തിന്റെ സഹായമുണ്ട്, നമുക്ക് ചുറ്റും മാലാഖമാർ ദൈവഭക്തർക്ക് ചുറ്റും ബൈബിളിലുള്ള എന്റെ കൂടെ ഉണ്ടോ? അതൊക്കെ ഉണ്ടാക്കിയെടുക്കണം. ചോദിക്കണം, കർത്താവിനെ പറഞ്ഞില്ലേ ദൈവഭക്തർക്ക് ചുറ്റും മാലാഖമാർ പാളയമടിക്കുന്ന, എന്റെ വീടിന് ചുറ്റും എന്റെ ജീവിതത്തിന് ചുറ്റും മാലാഖമാരെ പാളയമടിക്കട്ടെ. നമുക്ക് ഇതൊക്കെ കിട്ടും, ഉണ്ട്. നിസ്സാരക്കാരല്ല. നന്ദി, ആരാധന. ഇത് നമ്മൾ സ്വന്തമാക്കണം. അത് വേണ്ടി ഈ പ്രാബല്യം അനുസരിച്ചതാകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് യോദ്ധാൻ നമ്മെ പഠിപ്പിക്കുന്നത്. കർത്താവിന്റെ ഇഷ്ടമുണ്ട്, വചനം, കൽപ്പന, പ്രമാണം, അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ജീവിതത്തെ ക്രമപ്പെടുത്തണം. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനുവേണ്ടി വചനം പഠിക്കണം, വചനം ധ്യാനിക്കണം. വചനം പറഞ്ഞാൽ പോരാ. യാക്കോബ് പറയുന്നത് നിങ്ങൾ വചനം കേൾക്കുന്നവരായി മാറാതെ അതനുവർത്തിക്കണം, അനുസരിക്കണം. അതില്ലെങ്കിൽ പ്രശ്നം. ജോഷയ്ക്ക് നൽകിയ ജെറിക്കോയെ 7-ാം അധ്യായത്തിൽ ജോഷുവ 7 മുതൽ തോൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ ഈ ജോഷുവായി ശ്രേഷ്ഠന്മാര് പാവങ്ങൾ തോറ്റു. എന്നിട്ട് വാഗ്ദാന പേടത്തിന് മുമ്പിൽ സാത്താന്റെ വീട് കിടക്കുക. അനേകം തോൽപ്പിക്കപ്പെട്ട മക്കളച്ചനുണ്ട്. നമുക്ക് ആ ഭാഗ്യമുള്ളൂ. ഏത് ഭാഗ്യം? സത്യം പറയട്ടെ, ഞാൻ ഈ കാർന്നമാരെ കേട്ട വാട്സപ്പിലെ കരഞ്ഞുള്ള നിലവിളിയുള്ള യാചനകൾ, മോളെ കുറിച്ചുള്ള അവസ്ഥകൾ, സത്യം പറഞ്ഞാൽ വൈകുന്നേരം അവിടേക്ക് കേട്ട് 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 എനിക്ക് ഡിപ്രഷനാവും. സത്യം ഞാൻ പറയുന്നത് ഡിപ്രഷനാവും. അതുപോലെ സങ്കടപ്പെട്ട കാര്യങ്ങൾ, വെള്ളത്തിൽ പോയ മക്കള്, കണ്ണി കണ്ണന് പിന്നെ ഇറങ്ങിപ്പോയ മക്കള്, സംഭവങ്ങൾ പല കാര്യങ്ങളാണ്. തോറ്റുപോയ മക്കൾ, തോറ്റുപോയ കുടുംബങ്ങൾ, തോറ്റുപോയ ജീവിതങ്ങൾ, പഠനം മുടങ്ങി, ഡിപ്രഷന് മരുന്ന്, ജോലി നഷ്ടപ്പെട്ടു, കണ്ണിക്കണ്ണനെ പിന്നാലെ പോയി, അവനെ ഉപേക്ഷിച്ചു, ആത്മഹത്യ ശ്രമിച്ച മക്കള്, ആത്മഹത്യ ചെയ്ത മക്കള്, ഒത്തിരി മക്കൾ. ഇങ്ങനെ വേദനയില്ല. നമ്മൾ തോൽപ്പിക്കപ്പെടാൻ പാടില്ല മക്കളെ. നമ്മുടെ മക്കൾ തോറ്റു പോകാൻ പാടില്ല. നമ്മുടെ മക്കൾ നമ്മളെ എന്തെങ്കിലും ബന്ധമുണ്ടോ? എപ്പോഴും ചോദിക്കാറുണ്ട്, ബന്ധമുണ്ടോ? ഹലോ, ഒരേ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെ നമ്മൾ, ആത്മീയ ബന്ധം നമ്മളുണ്ട്, ആത്മബന്ധവും നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഫീലിംഗില്ല. ഒരേ ശരീരവും ഒരേ രക്തവും ഭക്ഷിക്കുന്നവരും പാനം ചെയ്യുന്നവരെ നമ്മൾ. കർത്താവിന്റെ പരിശുദ്ധ ശരീരവും രക്തവും. അതാണ് ഞാൻ ഈ നമ്മുടെ ശരീരത്തെ കുറിച്ച് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരും ഈ കുഴി വെച്ചിരിക്കുന്ന പ്രാർത്ഥന. കുഴി വെച്ചിരിക്കില്ല നമ്മുടെ കുഴിയൊക്കെണ്ട കുഴി ആരാധനക്രമത്തിൽ കുഴി വെച്ചിരിക്കും പ്രാർത്ഥിക്കും. അതെന്താ പറയോ? ശരീരത്തെ കുറിച്ച് എന്താ പറയാ? കുഴി, ശവം, ഓടി ഇരിക്കണം. കുഴി വെച്ചിരിക്കാൻ മനസ്സിൽ കേട്ടോ. ഞാനല്ല വെച്ചിരിക്കാൻ പ്രാർത്ഥന. എന്താ പറയാ? ഈ ശരീരത്തെ കുറിച്ച് പറഞ്ഞാൽ മതി. മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന്, നമ്മളെല്ലാ ശരീരവും സെയിമാണ് അല്ലേ? അതിന് സാധാരണ
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്യപ്പെട്ട ശരീരം. മാമോദിസായ മുദ്രിതം വീണ്ടും അവിശുദ്ധ പിതാവിന്റെയും ആമേൻ പുത്രന്റെയും ആമേൻ പരിശുദ്ധമായ നാമത്തിൽ മേരി ഇതിനെ ഞാൻ മാമോദിസ ഒക്കുന്നു. മാമോദിസ സ്വീകരിച്ച ശരീരം പരിശുദ്ധ കുർബാനയാൽ പണിമുട്ടം എത്ര വട്ടം യേശുവിന്റെ ശരീരവും രക്തവും പഠിച്ച് പാനം ചെയ്ത ശരീരവും മക്കളെ ഇത് നമ്മുടെ ശരീരത്തിലൂടെ പരിശുദ്ധാത്മാവിനെ കൺഫേംഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ഇതാണ് നമ്മുടെ ശരീരം. ഇത് സാരമല്ല, അതുകൊണ്ട് മക്കൾ ഇത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ അതുപോലെ ജീവിക്കണം. ദൈവത്തിന്റെ ആലയമാ, ദൈവത്തിന്റെ ആലയമാ. ദൈവാലയത്തിന്റെ പരിശുദ്ധി, ദൈവാലയത്തിന്റെ ശക്തി, ദൈവം വസിക്കുന്ന ആലയത്തിന്റെ അഭിഷേകം ഇതൊക്കെ നമ്മുടെ ജീവിതത്തില്, സ്വഭാവത്തില്, പ്രവൃത്തിയിലൊക്കെ വേണം. അപ്പൊ ഇങ്ങനെ അവസ്ഥയ്ക്ക് അപ്പൊ ഇങ്ങനെ അവസാനം തോൽപ്പിക്കുക. ഈ അവസ്ഥയിൽ നമ്മുടെ മക്കൾ തോറ്റുപോണെ. അതിനിടയ്ക്ക് പറയും നമ്മളൊക്കെ എവിടെ ചെല്ലേണ്ട മക്കളല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യും. നമ്മളൊക്കെ എവിടെ ചെല്ല, നമ്മൾ കേരള സഭയൊക്കെ എവിടെ ചെല്ലേണ്ട സമയമാണ് എന്നൊക്കെ ചിത്രീകരിക്കപ്പെട്ടല്ലേ. കേരളത്തിലാണെങ്കിൽ അപ്പൊ ഞാൻ ഇടവകയിൽ എനിക്ക് ഞാൻ ചോദിക്കും, എന്നെ വൃദ്ധമന്ദിരത്തിലെ ധ്യാനം ഒക്കെ കളവന്മാരെ കേരളത്തിലെ പള്ളികളിൽ ചെറുപ്പക്കാരുണ്ടെങ്കിൽ പോലും പറ്റണം. കുർബാന പ്രശ്നം അതോടുകൂടി ചെറുപ്പക്കാർ മിക്കവാറും പള്ളിപ്പോക്ക് സങ്കടം പറയാം. മക്കളെ പള്ളിപ്പോക്ക് കുറഞ്ഞു. പിന്നെ ആകപ്പാട് കൂടുതൽ എപ്പോഴെന്നറിയാം നിങ്ങൾ പറയാം പെരുന്നാള് കല്യാണം. പിന്നെ കല്യാണത്തിനാണെന്നും ഉണ്ടാവില്ല, അതൊക്കെ കെട്ടിന് മാത്രം. പിന്നെ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. ദേവാലയത്തില് മക്കളെ സങ്കടം പറയാ, ദേവാലയത്തില് ഉദാശക്ക് ദൈവമക്കളില്ല. ഭയങ്കര ഡാൻസും ഭയങ്കരമായിട്ടുണ്ട്. ഇന്ന് പലപ്പോഴും കൂട്ടായ്മ നോക്കിക്കോ, കൂട്ടായ്മകള് ഇവിടെ വേറെ സിനിമാ നടിയെ കൂടുതൽ പരിപാടി നോക്കാം. നിങ്ങൾ കാശ് മുടക്കി പോയില്ല. ചേച്ചിയുടെ ഞാൻ പറഞ്ഞ സാധാരണ നിങ്ങളാരും പോയില്ല. ഇവിടുത്തെ നമ്മുടെ ആൾക്കാര് ആ ലക്ഷങ്ങൾ കൊടുക്കും. ഓരോ 3 ലക്ഷങ്ങൾ മടി. വേറെ ദൈവിക ഞാൻ പറയാം ഇതാ പറഞ്ഞല്ലോ മക്കളെ, ഈ ഒരു നമ്മൾ അറിയണം. നമ്മൾ അറിഞ്ഞ് സ്വന്തമാക്കി ജീവിച്ചിരുന്നെങ്കിൽ നമ്മുടെ മക്കള്, നമ്മുടെ ബിസിനസ്സുകള്, നമ്മുടെ പൗരോഹിത്യം, നമ്മുടെ കുടുംബം, മക്കളുടെ പഠനം എവിടെ ചെന്നേന് ഇതിൽ പോണം. ഈ ബന്ധത്തിലും ഈ കൃപയിലും ഈ ശക്തിയിലും മാമോദിസായ ഉദിതമാണിത്. പരിശുദ്ധ കുർബാനയ പരിപുഷ്ടമാണിത്. പരിശുദ്ധാത്മാവ് നിറയപ്പെട്ടതാണിത്. അതിനെ വർക്കൗട്ട് ഈശോയാൽ നിറയപ്പെട്ട് ജീവന്റെ സമൃദ്ധി നൽകുന്ന വിശുദ്ധ കുർബാനയിൽ നിറഞ്ഞ ജീവന്റെ സമൃദ്ധിയില് പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെട്ട് പഠിച്ചാൽ, ജീവിച്ചാൽ, പൗരോഹിത്യം ജീവിച്ചാൽ, കുടുംബം ജീവിച്ചാൽ നമ്മുടെ ജീവിതങ്ങളൊക്കെ എവിടെ ചെല്ലുന്ന മക്കളെ ഒരു വിഷമൊക്കെ തോന്നുന്നില്ല ഇത് കേൾക്കുമ്പോ. മറ്റു സങ്കടം പക്ഷെ ഇതില് നമ്മൾ വളരണില്ല. അപ്പൊ അതാണ് അവസ്ഥ. അതുകൊണ്ട് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയ അവസ്ഥ ഇവിടെ തോറ്റിയായിട്ടാണ് യൂത്ത് ചേട്ടന്മാർ. അവ തോറ്റിയെടുക്കാണെങ്കിൽ എണ്ണിപ്പറക്കി പറയുന്നത്, കർത്താവെ ഞങ്ങൾ തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ചുറ്റും ശത്രുക്കൾ. നമുക്ക് ഈ സ്ഥലത്ത് മുഴുവൻ ശത്രുക്കൾ എന്ന് പറയട്ടോ. നമുക്ക് ശത്രുക്കളുണ്ട്. നമുക്ക് ഞാൻ പറഞ്ഞ ആത്മീയ പോരാട്ടം നമ്മെ നശിപ്പിക്കാൻ നീ മാമോദിസ എപ്പോ സ്വീകരിച്ചോ ആ നിമിഷം മുതൽ യു ആർ ടാർഗറ്റഡ് ബൈ ദ സൈറ്റൻ. ഈ ആത്മീയത വളർന്നു വെച്ചാണോ ഓർത്തോ പിശാചിൽ നോട്ടപൂയ. ഐ എം 100% ഉറപ്പാ. ഐ എം ടാർഗറ്റഡ് ബൈ സൈറ്റൻ. നിങ്ങളൊക്കെ ആത്മീയരോട് ചോദിച്ചോളാം. യു ആർ സ്പെഷ്യലി ടാർഗറ്റഡ് ബൈ സൈറ്റൻ. അതൊരു ശത്രുണ്ട്. നമ്മൾ ഓർക്കണമെന്ന് നമ്മൾ എവിടെയെങ്കിലും തോറ്റാണ്ടല്ലോ. ഞങ്ങളുടെ തോൽവി അവരൊക്കെ അറിയും. അതറിഞ്ഞാൽ അവരൊക്കെ പാടക്കൂടി ഞങ്ങളെ പൊതിയും. മക്കളെ എന്നും തോക്കാൻ പാടില്ല, ഒറ്റപ്പടിയ ഏതെങ്കിലും. അതാണ് അല്പം പുളിപ്പ് മുഴുവൻ മാവിനെ പുളിപ്പ്. അതുകൊണ്ട് മദ്യത്തിൽ തോറ്റാൽ ബാക്കിയില്ലാത്ത തോറ്റും. ഒരു ജടിക പാപത്തിൽ തോറ്റാൽ ബാക്കിയില്ലാത്തിലും തോക്കും. ഒരു വെറുപ്പ് കേട്ടി വെച്ചാൽ എല്ലാത്തിനും തോക്കും. അതുകൊണ്ട് ഒരു സ്ഥലത്ത് തോക്കരുത്. ദൈവത്തിന്റെ മക്കള് വചനത്തിന്റെ മുമ്പില്, വിശുദ്ധിയുടെ മുമ്പില് നോ കോംപ്രമൈസ്.
കോംപ്രമൈസ് ചെയ്തു. കൂദാശയിലാണേലും പള്ളിയിലാണേലും മറ്റു ഞാൻ ഓർക്കുന്നുണ്ട്, ഈ കൂദാശകളൊക്കെ എന്ത് കൃപ സ്വീകരിക്കാവുന്ന കാര്യങ്ങളല്ല നമുക്ക് അല്ലേ. അതിൽ കൊണ്ടുവന്ന് വേണ്ടാത്ത ആഘോഷങ്ങളും ആർഭാടങ്ങളും ഡാൻസും തുള്ളലും ഒക്കെ കൊണ്ടുവന്ന് വന്ന് ആ കൃപ എന്ന അഭിഷേകം എന്ന ആ യാഥാർത്ഥ്യത്തെ മക്കളെ നമ്മളൊക്കെ നിസാരവൽക്കരിച്ചു, അവഗണിച്ചു. കോറ്റി കഴിയുമ്പോ കിടക്കണു വന്നു എന്നീ പറക്കിലും കരച്ചിലും എല്ലാവർക്കും ബന്ധിക്കണം. അങ്ങനെ ഈ ജോഷുവ കവിഞ്ഞെടുക്കാം. രാവിലെ മുതൽ വൈകുന്നേരം വരെ അങ്ങനെ കിടക്കുക. കർത്താവ് ചോദിക്കുന്നുണ്ട് 7:10, നീ എന്തിനിങ്ങനെ സാത്താങ്കം വീണ് കിടക്കുന്നു? കാരണം പറയാണ്, ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു, എന്റെ കൽപ്പന അവർ ലംഘിച്ചു. മകളെ, നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. നമുക്ക് എല്ലാവരെയും പോലെ ജീവിക്കാൻ പറ്റുമോ? ഹലോ, അവസാനിക്കാൻ വേണ്ട അഭിപ്രായമായിട്ട് നമുക്ക് എല്ലാവരും ജീവിക്കാൻ പറ്റുമോ? നമുക്ക് വഴിയുണ്ട്, ഒറ്റ വഴിയുള്ളൂ. ഞാൻ പറയും, നമുക്ക് 2 വഴിയുണ്ട്. ഞാൻ പറയാം, നമുക്ക് ഒറ്റ വഴിയുള്ളൂ. സാധാരണ 2 വഴിയുണ്ട്. ഒന്നുകിൽ ദൈവത്തെ കേട്ട് ദൈവത്തെ അനുസരിച്ച് ദൈവത്തോട് ചേർന്ന് അവരുടെ കൃപയുടെ സമൃദ്ധിയിൽ നിന്ന്, ജീവന്റെ സമൃദ്ധിയിൽ നിന്ന്, കൃപയ്ക്ക് മേൽ ജീവന്റെ സമൃദ്ധിക്ക് ജീവന്റെ മേൽ ജീവൻ സ്വീകരിച്ച് നമുക്ക് കൃപയിൽ വളരാം, ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കാം. ഒരു വഴി. ഇത് വിട്ടോ വേറെ ഒറ്റ വഴിയുള്ളൂ. പിശാചിനെ കേട്ട് ലോകാരൂപി കഴിയപ്പെട്ട് അതിൽ വളർന്ന് നശിച്ച് അടങ്ങി ഒടുങ്ങിപ്പ വേറെ ഒരു ആൾക്കാരെ വിട്ടോ, ദൈവം വിട്ടോ. നിന്റെ മക്കള് ഇന്ന് നോക്കിയാൽ മതി, ആ കൊച്ചു നശിച്ച് അടങ്ങി ഒടുങ്ങി. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു അവസ്ഥ മനസ്സിലാക്കും. അടുത്തു ആ കൽപ്പന, എന്താണ് കൽപ്പന? ഇവിടുത്തെ കൽപ്പന എന്നറിയോ? യോശുവ 7:1 പറയുന്നത്, എനിക്ക് ബലിയായി ദഹിപ്പിക്കപ്പെടേണ്ട ജെറിക്കോയിൽ നിന്ന് ഒന്നും എടുക്കരുതെന്ന കർത്താവിന്റെ കൽപ്പന ഇസ്രായേൽ ലംഘിച്ചു. ഹല്ലേലൂയ. അതാ പറഞ്ഞു, ജെറിക്കോ ഞാൻ തോൽപ്പിച്ചുതരാം. നമുക്കറിയാം സംഭവം. എന്നാൽ അത് നിങ്ങൾ എനിക്കായി ദഹന ബലി പോലെ കത്തിച്ചേക്കണം, ഒന്നും എടുക്കരുത്. ദൈവം ഒരു കാര്യം മക്കളെ എടുക്കരുതെന്ന് പറഞ്ഞാൽ, ചെയ്യരുതെന്ന് പറഞ്ഞാൽ, പിന്നെ അതിനിട്ട് കോംപ്രമൈസ് ചെയ്യും. അതൊരു വിഷമം പോലെ തന്നെ മനസ്സിലാവണ്ടോ? ഗൗരവോടെ അവിടെ ചിരിച്ചിരിക്കാൻ പറ്റുമോ വെച്ചാ? ദൈവം ഒത്തിരി കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞു, ഇല്ലേ? ഒട്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, ഒത്തിരി കാര്യങ്ങൾ. പച്ച കുത്തരുത്, മിശ്രവിവാഹം അരുത്, ചെയ്യരുത്. എന്റെ പൊന്നുമക്കളെ, ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ ഒരു കൽപ്പന ഇവിടെ പറഞ്ഞത് നിങ്ങളൊന്നും എടുക്കരുത്. നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ട് കുഴപ്പമുള്ള ആകാൻ എന്തുകൊണ്ട് ചെയ്താൽ പോലെ എന്നാതി ആർക്കേലും എന്റെ ഉപദ്രവമുണ്ടായ കുറച്ച് സ്വർണ്ണം, കുറച്ച് വെള്ളി, കുറച്ച് പട്ടുദോശമൊക്കെ കിടക്കുന്നുണ്ട്. ഒരു ദോശ പിന്നെ ആരും കണ്ടെടുത്തുകൊണ്ടേക്ക് കൊണ്ടുപോയി കുറിച്ചു. ഇനി ആർക്കെങ്കിലും എന്തൊരു ദ്രോഹം ചെയ്തോ മനുഷ്യൻ ചെയ്തോ? ദൈവം പറഞ്ഞിട്ടുണ്ട് എടുക്കരുത്, അത്രേ ഉള്ളൂ. ചില പിള്ളേർ പറയും, അച്ഛാ അന്ന് കെട്ടിയത് കുഴപ്പം, സെറ്റപ്പാണെന്ന് കുഴപ്പമൊന്നുമില്ല, ഇത് മുസ്ലിമെന്നുള്ളൂ, ഇത് കുഴപ്പം. ഞാൻ പറയും ഒരു കുഴപ്പമില്ല, പക്ഷെ ദൈവം പറഞ്ഞിട്ട് ചെയ്യും, അത്രേ ഉള്ളൂ കുഴപ്പം. ദൈവം പറഞ്ഞിട്ടുണ്ട് ചെയ്യരുത്, പച്ച കുത്തരുത്. എവിടെ ദിവസം 19 പറഞ്ഞത്, മരിച്ചവരെ പ്രതി ദേഹത്ത് മുറിവുണ്ടാക്കരുത്, ദേഹത്ത് പച്ച കുത്തരുത് എന്ന് പറയാ. ഞാനാ കർത്താവ്, ഞാൻ ഉണ്ടാക്കിയതാ ഇത് ഞാൻ ഉണ്ടാക്കിയതാ കർത്താവ്, ഞാൻ ഉണ്ടാക്കിയതാ, ഞാനാ കർത്താവ്. നിനക്ക് തോന്നി മാറി പച്ച കുത്തരുത്, ഇത് എന്റെ ആലയോ, എന്റെ കരവേലയാ, എന്റെ അവകാശമാ, ഞാനാ ഉണ്ടാക്കിയത്. അത്രയും കർത്താവ് ചെയ്യരുത്. ഹല്ലേലൂയ. ഇങ്ങനെ പലതുമേ നമ്മള് കൽപ്പന ലഭിച്ചത്. നിഷിദ്ധ വസ്തുക്കളിൽ ചിലത് അവർ കൈവശപ്പെടും. അതാണ് നിഷിദ്ധം എന്ന് പറഞ്ഞാൽ. ഹലോ, നിഷിദ്ധം മദ്യം വീട്ടിൽ വാങ്ങിച്ചു വച്ചിരിക്കുന്നത് അനുവദനീയമാണോ നിഷിദ്ധമാണോ? വചന പ്രകാരം
മതിയാണ് വീട്ടില്. എന്താണ് സംഭവം? നിശ്ചിതാവസ്ഥയിരിക്കുക. നിങ്ങളുടെ കുടുംബത്തില് വെറുപ്പോ കലഹവും ഇരിക്കുന്നുണ്ട്. കർത്താവ് എന്ന് പറഞ്ഞ് നിങ്ങൾ യോജിപ്പിച്ച കുടുംബ ജീവിതത്തിൽ എന്ന് പറഞ്ഞ് യോജിപ്പിച്ച ഇതിനുവേണ്ടി നിങ്ങൾ രണ്ടല്ല ഒറ്റ ശരീരമാണ് ദൈവം യോജിപ്പിച്ചത്. മനുഷ്യൻ വേർപെട്ട് കിടക്കരുത്, വേർപെട്ട് ജീവിക്കരുത്. മനസ്സുകൊണ്ട് പോലും വേർപെടാൻ പാടില്ല. അത് നിശ്ചിതമാണ്. നിങ്ങളെ ബൈബിളിൽ എന്താ പറഞ്ഞാൽ മക്കളെ കല്യാണം കഴിക്കാറുണ്ട്. എന്താ പറഞ്ഞ ബൈബിളിൽ തൊട്ട് തമാശ പറഞ്ഞാണോ? ഇന്നു മുതൽ മരണം വരെ സന്തോഷം ഉണ്ടായാലും ദുഃഖം ഉണ്ടായാലും സമ്പത്തുണ്ടായാലും ദാരിദ്ര്യം ഉണ്ടായാലും ചില മുഖമൊക്കെ വാടകണ്ടാ ഞാൻ കാണുന്നുണ്ടാകും. ആരും ഏക മനസ്സോടെ കണ്ടോ, മനസ്സുകൊണ്ട് പോലും നിങ്ങൾ അകലാൻ പാടില്ല. അങ്ങനെ അകലാൻ നിഷിദ്ധമാണ്. വെറുപ്പ് അമ്മായിമ്മ പോയി മരുമോള് പോയി. ഇന്ന് നമ്മള് അച്ഛൻ പറഞ്ഞു, ആരെ പറഞ്ഞ കുടുംബത്തിൽ അല്ലെ എല്ലാ ഐക്യത്തിലും സ്നേഹത്തിലും സ്നേഹിച്ച് അമ്മമാരെ അനുസരിച്ച് മക്കളെ സ്നേഹിച്ച് ബഹുമാനിച്ച് ഇതുപോലെ ജീവിക്കുന്ന എത്ര കുടുംബമുണ്ട് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നിഷിദ്ധവസ്ഥയിരിക്കുന്നു. ക്രമം കിട്ടിയില്ല മക്കളെ, ക്രമം കിട്ടിയില്ല. നിഷിദ്ധ വസ്തു ഇരിക്കുകയാണ്. എന്താ പറയാ? നിഷിദ്ധ വസ്തുവിൽ ചിലത് അവർ കൈവശപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ട് അവ തങ്ങളുടെ ഇത് രഹസ്യഭാവ വേറെ ആർക്കും അറിയില്ല. ആരാൻ ചെയ്ത ഭാവം യോഷിക്കറിയില്ല, സാധ്യത ആർക്കും അറിയില്ല, ശക്തമാക്കറിയില്ല. ഇവൻ ഭാര്യ പോലും അറിഞ്ഞിട്ടുണ്ടെന്ന് സംശയ ആരുടെ അതാന്റെ ആരും കാണാണ്ട് കൊണ്ട് കുറിച്ചത് രഹസ്യഭാവം. എല്ലാം കാണുന്ന കർത്താവുണ്ടാ. സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ള കണ്ണുകളുള്ള കർത്താവ്, എല്ലാം കൃത്യമായി കാണുന്ന കർത്താവ്, അവനെല്ലാം വ്യക്തമായി കാണുന്നു. ഇത് നിശ്ചവസ്തുക്കൾ കൈവശപ്പെടുത്തി അവ താങ്കളുടെ സാമാന്യങ്ങളുടെ കൂടെ വച്ചിട്ട് വ്യാജം പറയും ചെയ്തിരിക്കുന്നു. ഇനി ബാക്കിയോ? അതിനാൽ ഇസ്രായേൽ ജനത്തിന് ശത്രുക്കളെ ചേർത്ത് നിൽക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു മക്കളെ, ശത്രുക്കളെ അറിവുണ്ട്. ഞാൻ കുറിച്ച് കുറച്ചുകൂടി ഞാൻ ആഴപ്പെടുത്തി പറയും ഈ ഫൈറ്റിനെ കുറിച്ച്. ശത്രുക്കളെ ചേർത്ത് നിൽക്കാൻ പറ്റും. നമുക്ക് ശത്രുക്കളുണ്ട്. നമ്മൾ നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ശത്രു നമ്മുടെ കുടുംബങ്ങള്, നമ്മുടെ മക്കള്, നമ്മുടെ ജീവിതങ്ങള്, നമ്മുടെ ബിസിനസ്, നമ്മുടെ മക്കളുടെ പഠനം, നന്നായിട്ട് മുന്നോട്ട് പോകാൻ പാടില്ലെന്ന് ആഗ്രഹിക്കുന്ന ശത്രുവുണ്ട്. മര്യാദയ്ക്ക് പോകാൻ പാടില്ല, ശത്രുവുണ്ട്. പക്ഷേ ഇതിനിടയിൽ നിഷിദ്ധ വസ്തു ആരെങ്കിലും വച്ചാൽ നിങ്ങൾ കൂട്ടായ്മയിലേക്ക് ഇരിക്കുമെന്ന് ശ്രദ്ധിക്കണം. നിഷിദ്ധ വസ്തു ഉണ്ടോ? ദൈവം ഇത് നിങ്ങൾ കൂട്ടായ്മയ്ക്ക് പോകാണ്ടിരിക്കും. കർത്താവ് അതുകൂടി പറയുന്നത് കുഴപ്പമില്ല. ഇത്രയും ജനം ഉണ്ടാവാം, 10-23 ലക്ഷം ജനമുണ്ട്. അതിൽ ഒരുത്തന പാപം ചെയ്തുള്ളൂ. വേറെ ഒരാൾ ദോഷം അറിഞ്ഞിട്ടും ഇല്ല. പക്ഷേ കർത്താവ് എന്താ പറഞ്ഞ? ഇസ്രായേൽ പാപം ചെയ്തു. അമേരിക്കയിൽ ഒരു കത്തോലിക്കൻ ഗർഭചിത്രം ചെയ്താൽ നമുക്കെന്ത് പ്രശ്നമുണ്ടോ? ഇവിടെ റാസൽ ജയമേലോ ദുബായിലോ എന്ത് പ്രശ്നമുണ്ടോ? അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിന്റെ ഭൗതിക ശരീരത്തിലെ അവയവങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, സോ കണക്റ്റഡ്. അപ്പോ ഈ ആകാര പാപം ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇസ്രായേൽ ജനത്തിന് ശത്രുക്കളെ ചേർത്തുക്കാൻ പറ്റില്ല. അവരുടെ മുമ്പിൽ തോറ്റു പിൻവാങ്ങും. അടുത്ത് നിങ്ങൾ എടുത്ത നിഷിദ്ധ വസ്തുക്കൾ നശിപ്പിക്കാത്തിടത്തോളം കാലം ഞാനിനി നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല, കർത്താവ് കൂടെ ഉണ്ടാവില്ല. അതുപോലെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കൂടെ കർത്താവ് ഉണ്ടാകണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ചെയ്യണം. അതിരുന്ന് വർക്കൗട്ട് ചെയ്യണം. ശരി, നമ്മുടെ ജീവിതത്തിൽ ദൈവം എവിടെ നഷ്ടപ്പെട്ടു, ദൈവത്തെ എങ്ങനെ നഷ്ടപ്പെട്ടു പോയി, ആ ദൈവത്തെ നമ്മൾ തിരിച്ചു പിടിക്കണം. അങ്ങനെയല്ല, ഞാൻ പിന്നെ ഉച്ചരിച്ച കുറെ കാര്യങ്ങൾ പറയും. ഈ ദൈവത്തെ നഷ്ടപ്പെടുത്തിയിട്ടാണ് വരുന്ന ബാക്കി കാര്യങ്ങൾ. അതിനുവേണ്ടി ദൈവം ചെയ്ത പ്രവൃത്തികൾ, ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ അറിയണം. പിന്നെ വേറെ കാര്യം അറിയാം. ഈ നിശ്ചിത വസ്തുവിനെ പാപം ചെയ്തതിനെ പറ്റി എടുക്കുന്ന സമയം അറിയാം, പിശാചിന് അവകാശം കിട്ടുന്നത്. അത് ഞാൻ വിശുദ്ധകുർബാനയോട് ബന്ധപ്പെട്ട 5 കാര്യങ്ങൾ അച്ഛൻ എപ്പോഴും സ്ട്രെസ് ചെയ്ത് പറയാറുണ്ട്. ഒന്ന്, പാപത്തിന്റെ അവസ്ഥ. 2, അതിനോട് വരുന്ന ശാപങ്ങളുണ്ട്. 3, കടങ്ങളുണ്ട്. കടകൾ ഞാൻ ശാന്തിരം വെച്ച് പറഞ്ഞു, കടകളെ കുറിച്ച് പറഞ്ഞു. കടകളുണ്ട്. മാത്രമല്ല പിശാചിന് ലഭിക്കുന്ന നിയമപരമായ അവകാശവും
അവന് അവകാശം കിട്ടും. ഈ ഒരു തലത്തില് നമ്മള് കർത്താവിന്റെ ബലി അർപ്പിക്കണം. നമ്മൾ അതിനെക്കുറിച്ച് കാണും. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം, കർത്താവിന്റെ ശക്തി നഷ്ടപ്പെടുത്തി കളയുന്ന ഒന്നാണ് നിശ്ചിത വസ്തു. എന്താ പറയാ, നിശ്ചിത വസ്തു നശിപ്പിക്കണം. ചേട്ടന്മാരെന്ത് ചെയ്തു? അത് കണ്ടുപിടിച്ച് ആ ഗാനയും അവനെടുത്ത വസ്തുക്കളെയും അവന്റെ എല്ലാത്തിനെയും കൊണ്ട് ആഗോള താഴ്വരയിൽ കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊന്ന് നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ ഇനി ഇവിടെ കൂടെ വെക്കും. എന്റെ പ്രിയപ്പെട്ട മക്കളെ, കർത്താവിനെ കൂടെ നിർത്താൻ നമ്മൾ ആദ്യമായിട്ട് ആഗ്രഹിക്കും. പിശാചിനെ അവകാശം പറഞ്ഞത് ഈശോയുടെ രണ്ടാമത്തെ പ്രലോഭനം മരുഭൂമിയിലെ. അതില് ഈശോയെ കൊണ്ടുവന്ന് ഒരു മലമുകളിൽ നിർത്തിയിട്ട് പിശാച് എന്താ പറഞ്ഞ പിശാച് പറഞ്ഞ എല്ലാം കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു, ഇതിന്റെ എല്ലാം മേൽ നീ എന്നെ കുമ്പിട്ട് ആരാധിച്ചതെല്ലാം ഞാൻ നിനക്ക് തരാം. ഇതിന്റെ മേൽ അവകാശം എനിക്ക് നൽകപ്പെട്ടിരിക്കും. ഓർത്തേക്ക് ഇത് ആരോടാ പറഞ്ഞാ മക്കളെ? ആരോടാ പറഞ്ഞ? എല്ലാം അവനിലൂടെ ഉണ്ടായി. അവനെ കൂടാതെ ഒന്നും ആര് വചനമാകുന്ന യേശു. ആ യേശുവിനോട് പിശാചി പറയാ, ഇതിന്റെ മേൽ അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കും. സംഭവം ദൈവം ഇതിനനുസരിച്ച് ആർക്ക് കൊടുത്താൽ മനുഷ്യൻ. അപ്പൊ നമ്മുടെ ശരീരം ആരെ സൃഷ്ടിച്ച ദൈവമാണ്. ഇത് ആരേൽപ്പിച്ചതാണ്? എന്നെ ഇതിനേൽപ്പിച്ചതാണ്. ഇതിനു വേണ്ടി ദൈവത്തിനെ ആരെയും പോലെ സൂക്ഷിക്കാൻ, ദൈവം പറഞ്ഞ പോലെ ജീവിക്കാൻ, ദൈവത്തിനെ സ്വന്തമായിട്ട് കാത്തു സൂക്ഷിക്കാൻ ദൈവത്തെ ഏൽപ്പിച്ചുള്ളൂ. നിന്നെ നല്ലത് എന്റെ അല്ല. പക്ഷെ എനിക്ക് ദൈവത്തെ കേൾക്കാം, പിശാചിനെ കേൾക്കാം. കാരണം എന്താണ്? സാഹചര്യം ഈ മരണത്തെ കുറിച്ച് പറയും, ദൈവത്തിന്റെ കൃപാവരത്തിൽ പങ്കുചേർന്ന് ജീവിക്കാനുള്ള സമയമെന്ന നിലയിലുള്ള ഭൂമിയിലെ ജീവിതം അവസാനിക്കലാണ് മരണം. അപ്പൊ ഈ സമയത്ത് ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തെ അനുസരിച്ച് ഉദാസീന പരിക്രമം ചെയ്ത് ആ കൃപയെ നിറച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ആകപ്പാടാകുന്നു. അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ നമ്മൾ പരിശോധിക്കണം. നിഷിദ്ധമായത് ദൈവത്തിൻ്റെതല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുത്തു കാണും. അപ്പോൾ ഈ ഈശോയുടെ പരീക്ഷയിൽ പിശാച് പറയണതെല്ലാം എനിക്ക് നൽകപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തെ കേൾക്കാതെ, പെട്ടെന്ന് പറയാം, ദൈവത്തെ കേൾക്കാതെ മനുഷ്യ പിശാചിനെ കേട്ടു അല്ലേ? ഇന്നെന്ന് പറഞ്ഞത് പിശാച് പറഞ്ഞ് തിന്നോളാൻ പറഞ്ഞു. ആരെ കേട്ടു? പിശാചിനെ കേട്ടു. പെട്ടെന്ന് പറയാൻ പിശാചിനെ കേട്ടു. പത്ത് പറ്റി നമ്മൾ എന്തിനെ കേൾക്കുന്നുവോ, ആരെ കേൾക്കുന്നുവോ, ആരനുസരിക്കുന്നുവോ അവരുടെ അടിമയോ. 2 പത്രോസ് 1:2 പറഞ്ഞത്, ഈ 2 പത്രോസ് 2:19 അവിടെ പറഞ്ഞ ഏതിനാൽ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നുവോ അതിന്റെ അടിമയാണ്. അതായത് പിശാചിനെ കേട്ട്, ദൈവത്തെ കേട്ട്, ദൈവത്തെ അനുസരിച്ച്, ദൈവത്തെ കൂടെ നിർത്തി ജീവിക്കേണ്ട മനുഷ്യൻ ദൈവത്തെ കേൾക്കാതെ പിശാചിനെ കേട്ട് പിശാചിനെ അനുസരിച്ചപ്പോ അവൻ പിശാചിന്റെ അടിമയായിരുന്ന പ്രശ്നം. അടിമയായിരുന്ന പ്രശ്നം അടിമയ്ക്ക് എന്തൊക്കെയുണ്ടോ അതെല്ലാം ഉടമയുടേതായിട്ട് മാറും. അപ്പൊ ആരാ അവന്റെ ഉടമ? ദൈവം ഇതെല്ലാം 1:20 വായിക്കുന്നുണ്ട്. ആകാശത്തിലെ പക്ഷികളുടെ മേലും സമുദ്രത്തിലെ മത്സ്യങ്ങളുടെ മേലും ഭൂമിയുടെ എല്ലാത്തിന്റെ മേൽ നിങ്ങൾക്ക് ആധിപത്യവും അധികാരവും ഉണ്ടായിരിക്കട്ടെ. എല്ലാ അധികാരവും കടത്തുകൊണ്ടേക്കണം. പക്ഷെ ഇത് പിശാചിനും അടിയറ വെച്ചപ്പോ, അവൻ അടിമയായപ്പോ, അവൻ എന്തൊക്കെയുണ്ടോ മക്കളെ അതെല്ലാം ആരായി? പിശാചിന്. അപ്പൊ പറഞ്ഞ ഇറ്റ് ഈസ് ഗിവൻ ടു മീ ഹു ഗേവ്. മനുഷ്യൻ കൊടുത്തു. കർത്താവോടെ എതിർത്തൊന്നും പറഞ്ഞില്ല, അല്ലാന്ന് പറഞ്ഞില്ല, അങ്ങനെയല്ലെന്ന് പറഞ്ഞില്ല. അങ്ങനെയാണ്. പിന്നീട് ഈശോ കുരിശുമാനെ കുറിച്ച് ധ്യാനിക്കും. കുരിശുമാനൊക്കെ ശേഷം മത്തായി 28:18 ഈശോ പറഞ്ഞത്, ആകാശത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും ആധിപത്യവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. കാരണം തിരിച്ചു പിടിക്കേണ്ടത് അതാണ് കുരിശ്. അത് നമ്മൾ ധ്യാനിക്കും. തിരിച്ചു പറയാ, ഇനി നിങ്ങൾ ലോകം പോയി സുവിശേഷം. നമ്മൾ പുതിയ നിയമത്തിലെ മക്കളാണ്. തിരിച്ചു പിടിക്കണം. പാപത്തെ നീക്കി, ശാപത്തെ നീക്കി, മരണത്തെ പരാജയപ്പെടുത്തി, കടകളെ വീട്ടി, സാത്താനെ
ആധിപത്യങ്ങളെ, അധികാരങ്ങളെ അവസാനിപ്പിച്ചുകൊണ്ട് കുരിശിൽ കർത്താവ് അർപ്പിച്ച ബലിയിലൂടെ ഈ നഷ്ടപ്പെട്ടു പോയ ആധിപത്യവും അധികാരവും കർത്താവ് തിരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഇന്നത്തെ കർത്താവ് നാം ഏൽപ്പിച്ചു തരാം. നമ്മളത് സ്വന്തമാക്കി കർത്താവിനെ കൂടെ നിർത്തുവാൻ നമുക്കിടയാണ്. അതൊരു പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. ദൈവത്തിൻ്റെത് മാത്രമാണ്, ദൈവത്തിന്റെ അവകാശമാണ്, ദൈവത്തിന് വേണ്ടി ജീവിക്കാനുള്ളവരാണ്. ഇത് നമ്മൾ അംഗീകരിക്കും, ഇത് നമ്മൾ അംഗീകരിക്കണം. എന്നിട്ട് നമ്മൾ കർത്താവിന് ദാസൻ ആയിട്ട് ജീവിക്കും. ഇന്ന് 40-ാം അധ്യായത്തില് കുറെ ഇഷ്ടപ്പെട്ട വചനങ്ങൾ നമുക്കുള്ളില്ലേ. അപ്പോൾ അമ്മ കുഞ്ഞിനെ മറന്നാലും അല്ലെ 49 അതെ കഠിന വചനം 40-ാം അധ്യായത്തില് 15-ാം വചനം പറഞ്ഞത്, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അമ്മ മറന്നാലും ഞാൻ നിന്നെ ഭർത്താവിന്റെ ദാസനായി മാറുമ്പോൾ ആ ഒരു സ്നേഹം തരും കേട്ടോ, സ്നേഹം തരും. നമ്മളതിന് 24-ാമത്തെ വചനത്തിൽ ഭയങ്കര ഒരു കാര്യം കേട്ടവരുണ്ട്. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ഈ കർത്താവിന്റെ ദാസന് കൊടുക്കുന്ന പ്രോമിസാണ് അറിയോ? ശക്തരിൽ നിന്ന് ഇരയെയോ സ്വേച്ഛാധിപൻ അടിമകളെയോ മോചിപ്പിക്കാൻ കഴിയുമോ? ഈ കർത്താവിന്റെ ദാസനോട് ചോദിക്കണം, കഴിയുമോ? കഴിയും. ശക്തരിൽ നിന്ന് അടിമകളെയും സ്വേച്ഛാധിപനിൽ നിന്ന് ഇരകളെയും ഞാൻ മോചിപ്പിക്കുകയും നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും. നമ്മോട് പറയണം കർത്താവ്, നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടും. എന്റെ മോനെ മോളെ, നീ കർത്താവിന്റെ മോനായിട്ട് മാറുമ്പോ, കർത്താവിന്റെ അവകാശമായിട്ട് തീരുമ്പോ, കർത്താവിന്റെ ദാസനായി തീരുമ്പോ നിന്നെ കർത്താവ് ചെയ്യാൻ പോകുന്ന ശുശ്രൂഷയോ ശക്തരിൽ നിന്ന് ഇര, സ്വേച്ഛാധിപതിയിൽ നിന്ന് അടിമകളെ വിടുവിക്കുന്ന ശുശ്രൂഷ. എന്താണ് മനസ്സിലായത്? ഹലോ, ഇന്ന് നമ്മുടെ മക്കളുണ്ടല്ലോ, പല മക്കളും ശക്തന്റെയും സ്വേച്ഛാധിപതികളുടെയും അടിമകളും ഇരകളുമായിട്ട് മാറിപ്പോയി. നമ്മുടെ ശുശ്രൂഷ ആ ശക്തന്റെ പിടിയിൽ പോയ അവൻ ഇരയായി പോയി. പിടിക്കണം, മോചിപ്പിക്കണം. അതിന് കർത്താവിന്റെ സർവാധിപത്യവും കർത്താവിന്റെ സർവശക്തിയും സ്വീകരിക്കുന്ന അഭിഷേകം നമ്മൾ പ്രാപിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതെ, ഞാനിങ്ങനെ പറയും, നമ്മളെ ഒത്തിരി മക്കളും കുടുംബങ്ങളും ഒക്കെ ഉണ്ടല്ലോ ഈ പിടിപ്പെട്ട് കിടക്കുന്നു. ഏത് പിടിയില്? ശക്തന്റെ പിടി. ആ രണ്ടു വാക്കുന്ന സ്വേച്ഛാധിപതി, ഇര, അടിമ. സംഭവം പെട്ടുപോയി. നമുക്കറിയാം, ഒരു ഇരയായി പോയി കഴിഞ്ഞാൽ പിന്നെ ഫോർ എക്സാമ്പിൾ കെണിപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥയുണ്ട്. സുഭാഷന്റെ പുസ്തകം 5-22 പറയുന്നത്, ദുഷ്കൃത്യങ്ങൾ ദുഷ്ടനെ കെണി വീട്ട് വീട് കഴിഞ്ഞപ്പോൾ എന്താ സംഭവം? അവൻ ഈ കെണി വെച്ച വലുതായിട്ട് മാറി. അവന്റെ ഇരയായി, അവന്റെ അടിമയായി. പിന്നെ അവന് രക്ഷപ്പെടാൻ പറ്റില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷപ്പെടാൻ പറ്റാത്ത വിധം അടിമയായി പോയ, ഇരയായി പോയ അനേക മക്കളെ അതിൽ നിന്ന് വിടുവിക്കാനുള്ള വലിയ ദൗത്യം കർത്താവ് നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. അത് നമ്മളെ ഏറ്റെടുക്കും ഈ കാലങ്ങളിൽ പ്രത്യേകിച്ച്. അതെന്ന് പറയുമ്പോൾ അനേകം യുവമക്കൾ, ചില ഞാൻ എന്താ പറയുക, ചില കുടുക്കളിൽ പെട്ടുപോയ മക്കള്, ചില കെണികളിൽ പെട്ട് കിടക്കുന്ന പറയുന്നതൊക്കെ നമ്മൾ അതിനു വേണ്ടിയൊക്കെ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. കർത്താവിന്റെ ഇടപെടലിന് വേണ്ടി കർത്താവ് നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടും. ആ കർത്താവിനെ വിളിച്ച് ഇടപെടുത്തിച്ച് കർത്താവിനെ കൊണ്ട് പോരാട്ടം ഏൽപ്പിച്ചു കൊടുത്ത് അനേക മക്കളെ വിടുവിച്ചെടുക്കാൻ വേണ്ടി കൂടിയാണ് ഈ വചനം. ഞാൻ നിന്നെ ലോകത്തിന്റെ പ്രകാശമായി നൽകും. ഈ കർത്താവിന്റെ ദാസന്റെ വിളി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിളി സ്വീകരിച്ച് ഈ ദൗത്യം നിറവേറ്റാൻ നമുക്ക് എന്ത് വേണം? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേണം. ഇത് വേണം, കർത്താവിന്റെ സാന്നിധ്യം വേണം, കർത്താവിന്റെ ശക്തി വേണം, കർത്താവിന്റെ കൃപ വേണം, കർത്താവിന്റെ പ്രകാശം നമ്മിൽ നിറയണം. എന്താ പറഞ്ഞ, ഞാൻ നിന്നെ എന്താക്കി മാറ്റും? പ്രകാശമാക്കും.
ഹല്ലേലൂയ. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഈ പ്രകാശം, ഈ ശക്തി, ഈ അഭിഷേകം, ഈ കൃപ അനേകരിലേക്ക് ഒഴുകുന്ന, അനേകരെ പ്രകാശിപ്പിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയുള്ള സാന്നിധ്യങ്ങളാക്കി മാറണം. അത് നമ്മൾ മാറ്റണം. ഹല്ലേലൂയ. നമുക്കൊന്ന് ഒരു നിമിഷം നോക്കുന്ന വലിയ നമുക്ക് എഴുന്നേൽക്കാം. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് പരിപൂർണ്ണമായിട്ട് സമർപ്പിക്കാം. അത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നോർത്തെ മക്കളെ റെക്കോർഡ് ചെയ്തെന്ന് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. കർത്താവിന് നമ്മളെക്കുറിച്ച് വലിയ പദ്ധതിയുണ്ട്. കർത്താവിനെ ശക്തി പ്രകടമാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മെ പ്രകാശമാക്കി മാറ്റാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അവിടുത്തെ കൃപയുടെ ഉപകരണമാക്കി മാറ്റുവാനാണ് നമ്മെ ദൈവം വിളിച്ചത്. ഈ ഒരു ക്യാരിസം അവിടെ നമ്മെ പരമേൽപ്പിച്ചിരിക്കുക. ലോകത്തെ രക്ഷയ്ക്ക് വേണ്ടി നിന്നെ ഒരു പ്രകാശമാക്കി മാറ്റിക്കൊണ്ട് അനേകരെ പ്രകാശിപ്പിക്കുവാൻ ദൈവം എന്നെ നിന്നെ വിളിച്ചിരിക്കുന്നു. അതിന് വേറെ ഒന്നും നമ്മളെ കൊണ്ട് കഴിയത്തില്ല. ഒറ്റ വഴിയുള്ളൂ, കർത്താവ് നമ്മുടെ കൂടെ വേണം. കർത്താവിന്റെ കൃപ നമ്മിൽ നിറയണം. കർത്താവിന്റെ ശക്തി നമ്മിൽ പ്രകടമാകണം. കർത്താവിന്റെ ജീവൻ നമ്മിൽ നിറയണം. കർത്താവിന്റെ വലിയ പ്രവൃത്തികൾ നമ്മിലൂടെ സംഭവിക്കണം. നിങ്ങൾക്കതിന് കുറവുണ്ടോ, പോരായ്മയുണ്ടോ? പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലോ, ഈ മുള്ളെടുത്ത് മാറ്റിത്താ, കുറവെടുത്ത് മാറ്റിത്താ എന്ന് പറയുമ്പോൾ കർത്താവ് എന്താ പറഞ്ഞ മക്കളെ, നിനക്കെന്റെ കൃപ മതി, നിനക്കെന്റെ കൃപ മതി. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് വലിയ സ്നേഹത്തോടെയാണ്, വലിയ പ്രതീക്ഷയോടെയാണ് നിങ്ങളെ ഈ കൂട്ടായ്മയിലേക്ക് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. നിങ്ങൾ അറിയണം, കർത്താവിന് നമ്മെ ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ട്. തന്റെ കൃപ നിറയ്ക്കാൻ ആഗ്രഹമുണ്ട്. തന്റെ ശക്തി പ്രകടമാക്കാൻ ആഗ്രഹമുണ്ട്. താനാകുന്ന പ്രകാശം നിറച്ച് നമ്മെ പ്രകാശങ്ങളാക്കി മാറ്റാൻ ആഗ്രഹമുണ്ട്. പക്ഷെ കുറവുണ്ടാകാൻ പാടില്ല. കർത്താവിന് നമ്മെ ഉപയോഗിക്കാൻ സാധിക്കുന്ന വിധത്തിൽ നീ കർത്താവിന്റെ ദാസനാകണം, കർത്താവിന്റെ ദാസിയാകണം. നമ്മൾ തന്നെ പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് ഈ അഭിഷേകത്തിനായിട്ട് കർത്താവിന്റെ സന്നിധിക്ക് കാര്യങ്ങൾ ഉയർത്തി വലിയ ആഗ്രഹത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കളെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന അഭിഷേകം നിറയട്ടെ കർത്താവേ, കൃപ നിറയട്ടെ കർത്താവേ, ശക്തി നിറയട്ടെ കർത്താവേ, വലിയ ജീവൻ നിറയട്ടെ കർത്താവേ, പ്രകാശം നിറയട്ടെ കർത്താവേ. അന്ധകാരം മാറിപ്പോകട്ടെ കർത്താവേ. പൈശാചിക ശക്തികൾ, അന്ധകാര ശക്തികൾ യേശു നാമത്തില് അങ്ങയുടെ മക്കൾ വിട്ടുമാറി പോകട്ടെ. ജീവൻ നിറയട്ടെ കർത്താവേ, കൃപ നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. അന്ധകാര ശക്തികൾ മാറിപ്പോയി അങ്ങയുടെ മക്കൾ പ്രകാശപൂരിതനാകട്ടെ. ലോകത്തെ രക്ഷയ്ക്ക് വേണ്ടി, അനേകം രക്ഷയ്ക്ക് വേണ്ടി പ്രകാശമാക്കി മാറ്റുമെന്ന് പറഞ്ഞ കർത്താവേ, ആ വലിയ പ്രകാശം, ആ വലിയ ശക്തി, ആ ജീവന സമൃദ്ധി, ആ വലിയ കൃപ യേശുവേ ഈ മക്കളില് നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, മഹത്വം കർത്താവേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവിന്റെ മഹത്വം, കർത്താവിന്റെ ശക്തി, കർത്താവിന്റെ പ്രകാശം യേശുവേ ഈ മക്കളില് നിറയട്ടെ. അഭിഷേകം നിറയട്ടെ, ശക്തി നിറയട്ടെ, ജീവൻ നിറയട്ടെ. അന്ധകാരം മാറിപ്പോകട്ടെ, ദൈവകൃപ നിറയട്ടെ. യേശുവേ നിനക്കെന്റെ കൃപ മതി. പ്രാർത്ഥിക്കുന്നു കർത്താവേ, ആ വലിയ കൃപയാൽ, ആ വലിയ ശക്തിയാൽ, ആ ജീവന സമൃദ്ധിയാൽ അങ്ങയുടെ മക്കളെ ഇപ്പോൾ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വയം നന്ദി, സ്വയം ആരാധന, ആരാധന, ആരാധന. കരങ്ങൾക്കൊപ്പി കണ്ണുകളടച്ച് വലിയ അഭിഷേകത്തിന് വേണ്ടി നിങ്ങൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കും മക്കളെ. കർത്താവേ, അത് പൗലോസ്ലീഹായോട് പറഞ്ഞില്ലേ, നിനക്കെന്നെ കൃപ മതിയെന്ന്. ആ കൃപ കൊണ്ട് എന്നെ നിറയ്ക്കണമേ, ആ ശക്തി കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ആ ജീവന്റെ സമൃദ്ധി നൽകിക്കൊണ്ട് ഈശോയെ അങ്ങനിലേക്ക് വന്ന് നിറയണമേ എന്ന് വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കും മക്കളെ. വ്യക്തിപരമായി പ്രാർത്ഥിക്കും.
ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അരികിൽ വന്ന് കുടിക്കട്ടെ എന്ന് പറഞ്ഞ കർത്താവ് ഇതാ നിനക്ക് സമീപസ്ഥനാണ്. കർത്താവിന്റെ സാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു. മക്കളെ, മാലാഖമാരും വിശുദ്ധരും സ്വർഗം മുഴുവനും തൻ്റെ മക്കളെ സഹായിക്കാൻ ഇറങ്ങി വന്നിട്ടുണ്ട്. സ്വർഗത്തിന്റെ പൗരത്വമുള്ള മക്കളാണ് നമ്മള്. കർത്താവ് കൂടെയുള്ള മക്കളാണ് നമ്മള്. ദൈവമാ വിളിച്ച് നമ്മെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്ന ഇന്നേ ദിനം ഈ ആലയത്തിൽ നിന്നെ അനുഗ്രഹിക്കാൻ, നിന്നെ പ്രകാശമാക്കി മാറ്റാൻ, അനേകരുടെ രക്ഷയ്ക്കല്ല, ലോകത്തിന് മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി പ്രകാശമാക്കി മാറ്റാനാ മോനെ മോളെ നിന്റെ കർത്താവ് നിന്നെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. നിസ്സാര കാര്യത്തിന് വേണ്ടിയല്ല. നീ അത് ഓർക്കണം, നീ അത് ഓർക്കണം, നീ അത് അറിയണം. പ്രാർത്ഥിക്കും മോനെ മോളെ, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കും. കർത്താവിന് വേണ്ടി ആഗ്രഹിക്കും, ആ ജീവന് വേണ്ടി ആഗ്രഹിക്കും, ആ പ്രകാശത്തിന് വേണ്ടി ആഗ്രഹിക്കും. സ്വയം ഇടമക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഒത്തിരി തിരക്കുകൾ മാറ്റിവെച്ച്, ഉത്തരവാദിത്തങ്ങൾ മാറ്റിവെച്ച്, സമയം കണ്ടെത്തി കട്ടപ്പെട്ടാണ് കർത്താവെ ഈ മക്കളിവിടെ വന്നിരിക്കുന്നത്. അങ്ങേക്കറിയാലോ. ഈ മക്കളെ അനുഗ്രഹിക്കണം കർത്താവെ. അങ്ങ് പറഞ്ഞ വാഗ്ദാനം ഇവരെ പൂർത്തീകരിക്കണം കർത്താവെ. നിശ്ചിതമായി ഇതിനെ കണ്ടെത്തി ഉപേക്ഷിച്ച് കർത്താവെ അങ്ങേ കൂടെ നിർത്താനുള്ള വലിയ കൃപയും ഭാഗ്യവും ഈ മക്കൾക്ക് നൽകണമേ. ആ വലിയ കരുണ ഈ മക്കളിലേക്ക് ചൊരിയണമേ. ഇവിടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്ന കർത്താവെ, ഇവിടെ മക്കളെ സമർപ്പിക്കുന്ന കർത്താവെ, ജോലി മേഖലകളെ സമർപ്പിക്കുന്ന കർത്താവെ, ഇവരുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്ന കർത്താവെ, രോഗങ്ങളെ സമർപ്പിക്കുന്ന കർത്താവെ, എല്ലാ പ്രതിസന്ധികളെ സമർപ്പിക്കുന്ന കർത്താവെ, എല്ലാ തടസ്സങ്ങളും സമർപ്പിക്കുന്നു. അങ്ങ് സർവാധിപനാണ്, അങ്ങ് സർവശക്തനാണ്, അങ്ങേക്കൊന്നും അസാധ്യമല്ല. ഇടപെടണമേ കർത്താവെ, കൃപ ചൊരിയണമേ കർത്താവെ, ശക്തിപ്പെടുത്തണമേ കർത്താവെ. നിന്റെ സാന്നിധ്യം എന്നോട് കൂടിരിക്കണം. നിന്റെ ബലമുള്ള ഭുജമെനിക്കു തുണയാകണം. നിന്റെ വചനമെൻ പാദങ്ങൾക്കു ദീപമാകണം. നിന്റെ ശുദ്ധാത്മാവിന്റെ മേൽ അധികാരം ചെയ്യണം. നിന്റെ സാന്നിധ്യം എന്നോട് കൂടിയിരിക്കണം. നിന്റെ ബലമുള്ള ഭുജമെനിക്ക് തുണയാകണം. നിന്റെ വചനമെൻ പാദങ്ങൾക്കു ദീപമാകണം. നിന്റെ ശുദ്ധാത്മാവെന്നിൽ അധികാരം ചെയ്യണം. പരിശുദ്ധ മാതാവേ, സകല വിശുദ്ധരെ, മാലാഖമാരെ, രക്തസാക്ഷികളെ, നിങ്ങളിലൊക്കെ ദൈവസാന്നിധ്യം നിറയപ്പെട്ടു. നിങ്ങൾ വിശുദ്ധരായിട്ട് മാറി. സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടു. അമ്മ മാതാവേ, അമ്മ അമ്മയെ പോലെ, വിശുദ്ധരെ പോലെ, മാലാഖമാരെ പോലെ ദൈവകൃപ നിറഞ്ഞ മക്കളായി ജീവിക്കാൻ, ദൈവത്തെ കൂടെ നിർത്തി ജീവിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. അതിനായി മക്കൾക്ക് വേണ്ടി ഇത് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവകൃപ നിറഞ്ഞ മക്കളായിട്ട് ഈ മക്കൾ മാറട്ടെ. ദൈവ കൂടെയുള്ള മക്കളായിട്ട് ഈ മക്കൾ തീരട്ടെ. കുടുംബങ്ങളില്, പ്രിയപ്പെട്ടവരില് ഈ രണ്ട് അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ അറിയട്ടെ. ദൈവകൃപ, കർത്താവിന്റെ കൂടെ, കർത്താവ് കൂടെ ഇവരെ അഭിഷേകം നിറയ്ക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാതാവിന്റെ മാധ്യസ്ഥം യാചിക മക്കളെ, ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഹൃദയത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും, പ്രത്യേകിച്ച് ഞങ്ങളെ പ്രകാശമാക്കും എന്നുള്ള ആ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ എല്ലാവരും യോഗ്യരായി തീരുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിനാൽ മുദ്രിതമാക്കപ്പെട്ട സംരക്ഷണവും നൽകി ദൈവമായ കർത്താവിന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ മക്കളെയും നിങ്ങൾക്കുള്ള സകലരെയും സകലത്തിനെയും അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും